ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, സ്വർഗം നമുക്ക് കനിഞ്ഞു തന്നിരിക്കുന്ന ഈ 40 ദിനങ്ങളിലെ പ്രാർത്ഥന പരിത്യാഗ ശുശ്രൂഷയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു മനസ്സോടെ നമ്മെ ഏവരെയും കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അഭിമന്യ പിതാക്കന്മാരും വന്യവൈദികരും സമർപ്പിതരും കുടുംബസ്ഥരും ആത്മായ ശുശ്രൂഷകരും കുഞ്ഞുങ്ങളും യുവജനങ്ങളെല്ലാം സഭ മുഴുവനും ഈ ഒരു ശുശ്രൂഷയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ സമ്മേളിച്ചിരിക്കുകയാണ്. സ്വർഗത്തിൻ്റെ നിലവിളിക്ക് മറുപടി നൽകാൻ ഈ തലമുറയിൽ കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നിത്യനാശത്തിലേക്ക് പോകുന്ന തൻ്റെ മക്കളെ ഓർത്ത് അമ്മ മാതാവ് രക്തക്കണ്ണീരൊഴുക്കി നിലവിളിക്കുകയാണ്. പിശാചിന്റെ പിടിയിൽ അമർന്ന് നിത്യനരകത്തിന്റെ അടിമകളായി ജീവിക്കുന്ന അനേകം ആത്മാക്കളെ നോക്കി സ്വർഗം വേദനയോടെ കരയുകയാണ്. ഈ കരച്ചിലിന് ഉത്തരം നൽകുവാൻ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, സ്വർഗം തെരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മെ ഓരോരുത്തരെയുമാണ്. ഈശോയെ ഒത്തിരി ഒത്തിരി സ്നേഹിച്ചുകൊണ്ട് നമുക്ക് നന്ദി പറയാം. ജോയേൽ പ്രവചനം 1-ാം അധ്യായം 14-ാം വചനത്തിൽ കർത്താവിൻ്റെ തിരുവെഴുത്ത് പ്രകാരം നമ്മോട് സംസാരിക്കുകയാണ്. ഉപവാസം പ്രഖ്യാപിക്കുകയും മഹാസഭ വിളിച്ചുകൂട്ടുകയും ചെയ്യുവിൻ. ശ്രേഷ്ഠന്മാരെയും ദേശവാസികളെയും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിൽ ഒരുമിച്ച് കൂട്ടുവിൻ. കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ. ജോയേൽ പ്രവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് അതിശക്തമായ ഭാഷയിൽ നമ്മോട് സംസാരിക്കുകയാണ്. ഉപവാസത്തിന്റെ നാളുകള്, ഈ നാളുകൾ പ്രാർത്ഥനയുടെ നാളുകളാണ്. ഈ ദിനങ്ങൾ പരിത്യാഗത്തിന്റെ ദിനങ്ങളാണ്. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി, ലോകത്തിന്റെ എല്ലാ അതിക്രമങ്ങൾക്കും വേണ്ടി കർത്താവിന്റെ മുൻപിൽ മാപ്പ് ചോദിച്ച് നമ്മൾ ഓരോരുത്തരും ഈശോയുടെ ബലിയാത്മാക്കളായി, വിക്ടിം സോൾസായി അനേകം ആത്മാക്കളെ നിത്യജീവനായി നേടുവാൻ സ്വർഗം ഈ നാളുകളിൽ കൊതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന പോംവഴി എന്താണ്? നിങ്ങൾ ഉപവാസം പ്രഖ്യാപിക്കണം, സഭ മുഴുവനും സമ്മേളിക്കണം, കർത്താവിന്റെ ആലയത്തിൽ ഒരുമിച്ച് വന്ന് നിങ്ങൾ കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. ഇതിനുള്ള ബന്ധത്തിൽ വീണ്ടും പരിശുദ്ധാത്മ പറയാണ്, ജോയേൽ പ്രവചനം 2-ാം അധ്യായം 15, 16, 17 തിരുവചനങ്ങളിലൂടെ എന്താണ് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന? സിയോനിൽ കാഹളം മുഴക്കുവിൻ, ഉപവാസം പ്രഖ്യാപിക്കുവിൻ, മഹാസഭ വിളിച്ചുകൂട്ടുവിൻ, ജനത്തെ ഒരുമിച്ച് കൂട്ടുവിൻ, സമൂഹത്തെ വിശുദ്ധീകരിക്കുവിൻ, ശ്രേഷ്ഠന്മാരെ വിളിച്ചു കൂട്ടുവിൻ, കുട്ടികളെയും മുലകുടിക്കുന്ന ശിശുക്കളെയും ഒന്നിച്ചു കൂട്ടുവിൻ. മണവാളൻ തന്റെ മണവറയും മണവാട്ടി തന്റെ ഉറക്കറയും വിട്ട് പുറത്തു വരട്ടെ. കർത്താവിന്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ ഭൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. എത്ര ശക്തമായ വചനമാണിത്! ഇതൊരു പ്രൊഫറ്റിക് വേർഡാണ്. സ്വർഗം നമുക്ക് നൽകുന്ന പ്രവചന ദൂതകളാണ്. സിയോനിൽ കാഹളം മുഴക്കുവിൻ. കർത്താവിന്റെ സിയോൻ എന്ന് ഏതാണ്? കർത്താവിന്റെ സഭയാണ്. സഭ മുഴുവനിലും കാഹളം മുഴക്കണം. കാഹളം ദൈവത്തിന്റെ ശബ്ദമാണ്. എന്തിനു വേണ്ടി? ഉപവാസം പ്രഖ്യാപിക്കാൻ. കർത്താവിന്റെ ജനം പ്രാർത്ഥിച്ച് പരിത്യാഗം ചെയ്ത് പ്രായശ്ചിത്തം ചെയ്ത് ഈ കാലഘട്ടത്തിന് വേണ്ടി കണ്ണുനീരോടെ കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് സ്വർഗത്തിന്റെ ആഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ. സ്വർഗം നിലവിളിക്കുകയാണ്. ലോകത്തിന് വിനോദങ്ങൾക്കും ആർഭാടങ്ങൾക്കും ഉല്ലാസങ്ങൾക്കുമുള്ള സമയമല്ല ഇത്. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ സ്വർഗത്തിന്റെ നിലവിളിക്ക്, ആത്മാക്കളുടെ നിത്യമായ രക്ഷയ്ക്ക്
കർത്താവിന്റെ ഹൃദയത്തിന് ആശ്വാസവും ആനന്ദവും നൽകുവാൻ നമ്മുടെ ജീവിതങ്ങൾ ഈശോയ്ക്ക് പ്രോഫിറ്റബിൾ ആയി മാറണം. നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ അഭിഷേകം തരണമേ. പ്രാർത്ഥനയുടെ അഭിഷേകം, പരിത്യാഗം ചെയ്യാനുള്ള അഭിഷേകം, പ്രായശ്ചിത്തം ചെയ്യാനുള്ള അഭിഷേകം. കർത്താവേ, ഈ തലമുറയ്ക്ക് വേണ്ടി ചങ്ക് പൊട്ടി നിലവിളിക്കുവാനുള്ള അഭിഷേകം 10,000ങ്ങളിലേക്ക് പകരണമേ. റിലീസ്, റിലീസ്, റിലീസ്. ഗ്ലോറി, 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 ഗ്ലോറി. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. 300 വർഷങ്ങൾക്ക് മുമ്പ് സഭയിൽ ജീവിച്ച വലിയൊരു വിശുദ്ധനായിരുന്നു വിശുദ്ധനായ ലൂയിസ് ഡി മോൺഫോർട്ട്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രവചനാത്മാവിൽ വിശുദ്ധനിലൂടെ പരിശുദ്ധാത്മാവ് സഭയോട് പറഞ്ഞു, അന്ത്യകാലഘട്ടത്തിൽ മറിയം പൂർവാധികം പ്രശോഭിതയാകും. അവൾ തന്റെ സാന്നിധ്യത്തിന്റെ പ്രഭയാൽ സാത്താന്റെ അടിസ്ഥാനങ്ങളെ ഇളക്കും. അവൾ നരകത്തെ വിറകൊള്ളിപ്പിക്കും. ഈ നാളുകളിൽ അമ്മ മാതാവ് പരിശുദ്ധ മറിയം തന്റെ വിശ്വസ്തരായ ദാസിദാസന്മാരിലൂടെ ഒരു സൈന്യത്തെ രൂപപ്പെടുത്തും. പിശാചിനെതിരായിട്ടുള്ള ഒരു നിർണായക യുദ്ധം, അന്തിമ യുദ്ധം. നരകത്തിന്റെ പിടിയിൽ നിന്ന് ആത്മാക്കളെ കർത്താവിനായി നേടുന്ന ഒരു അന്തിമ യുദ്ധം. അവിടെ വിശുദ്ധനായ ലൂയിസ് മോൺഫോർട്ടിലൂടെ ദൈവാത്മാ പറയുന്നുണ്ട്, ഇവരായിരിക്കും അന്ത്യകാല പ്രേക്ഷിതർ. ലോകമോഹങ്ങളോട് വിട പറഞ്ഞ് ലോകത്തിന്റെ ആസക്തികളോട് വിരക്തിയുള്ള പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തോട് പൂർണ്ണമായും അനുസരണമുള്ള തന്റെ ഈ പ്രേക്ഷിതരിലൂടെ പാപം നിറഞ്ഞ യുഗത്തിന് ഒരവസാനം മറിയത്തിലൂടെ പരിശുദ്ധ ത്രിത്വം കൊണ്ടുവരും. ഹല്ലേലൂയ. ഈശോ, ഈശോ, ഈശോ. നമുക്ക് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നശിക്കുന്ന ആത്മാക്കള്, പാപികളുടെ മാനസാന്തരം, വിശ്വാസ ത്യാഗം സംഭവിച്ച ആത്മാക്കള്, ഗർഭിഷ്ഠരും അഹങ്കാരികളുമായ ആത്മാക്കള്, ദൈവനിഷേധകരെ, ദൈവദൂഷകരെ, ഭ്രൂണഹത്യ ചെയ്യുന്നവരെ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരെ, മന്നോഷരെ ആത്മാക്കള്, മാരക പാപത്തിൽ ജീവിക്കുന്ന ആത്മാക്കള്, ജഡീക പാപത്തിൽ ജീവിക്കുന്ന ആത്മാക്കള്, അനുതാപമില്ലാത്ത മാനസാന്തരമില്ലാത്ത ആത്മാക്കള്, ഇവരെല്ലാം കർത്താവിന്റെ കരുണക്കടലിൽ മുക്കി എല്ലാം മറന്ന് കർത്താവേ, ദൈവ കരുണയുടെ തീമഴ ലോകം മുഴുവൻ പെയ്യട്ടെ. അമ്മ മാതാവിനോട് ചേർന്ന് കരമുയർത്തി വിളിക്കുന്നു, ഈശോയെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കൃപ, കൃപ ഓരോ കുടുംബത്തിലേക്കും, ഓരോ സമൂഹത്തിലേക്കും, ലോകരാജ്യങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക്, ദേശാന്തരങ്ങളിലേക്ക്, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങളിലേക്ക് ഈ സമയം വ്യാപരിക്കട്ടെ. റിലീസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. നമുക്ക് അമ്മ മാതാവിനോട് ചേർന്ന് അമ്മയുടെ കരം പിടിച്ച് അന്ത്യകാല പ്രേക്ഷിതരായി സ്വർഗത്തിന് നിലവിളിക്ക് മറുപടി നൽകുവാൻ, സ്വർഗത്തിന്റെ കണ്ണുനീരിന് ഉത്തരം നൽകുവാൻ ഞങ്ങൾ തയ്യാറാണ്. കർത്താവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, സ്നേഹത്തോടെ, വിശ്വാസത്തോടെ ജീവിക്കുവാൻ, ആത്മാക്കളുടെ രക്ഷയ്ക്കായി പ്രാർത്ഥിക്കുവാൻ, പരിത്യാഗമെടുക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ വിക്ടിം സോൾസായി, ബലിയാത്മാക്കളായി അഭിഷേകം ചെയ്ത് മുദ്ര വെക്കണമേ. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഒരുമിച്ച് പാടുന്നു. എല്ലാവരും ഒരുമിച്ച് ഒരു കുടുംബമായി പാടി പ്രാർത്ഥിക്കുക. അന്ത്യകാല പ്രേക്ഷിതർ, യേശുവിന്റെ സ്നേഹിതർ, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ. പഠിക്കേ. അന്ത്യകാല പ്രേക്ഷിതർ, യേശുവിന്റെ സ്നേഹിതർ, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ. അന്ത്യകാല കൊയ്ത്തിനായി ഇറങ്ങിടുക സോദരെ,
കാലമേറെയില്ല കാന്തൻ വന്നിടുവാനാ. അന്ത്യകാല നമ്മളൊരു ഫൈനൽ അവറിലേക്ക് പ്രവേശിക്കുകയാണ്. ഫൈനൽ അവറിലേക്ക് കാന്തൻ വന്നിടുവാനാ. ആത്മരക്ഷ ലക്ഷ്യമാക്കി ജീവിതം ക്രമപ്പെടുത്തി ലോകത്തെ നിസ്സംഗതയാൽ വീക്ഷിക്കുന്നവർ അവരാണ് അന്ത്യകാല പ്രേക്ഷിതര്. ജീവിതം ക്രമപ്പെടുത്തി മറിയത്തിന്റെ വിശ്വസ്തരായ മക്കള് വീക്ഷിക്കുന്നവർ ആത്മനാഥനേശുവിന്റെ ആത്മഭാരമേറ്റെടുത്ത് ആത്മാക്കൾക്കായി വില കൊടുത്ത് വേല ചെയ്തവർ. ആമേൻ, ആമേൻ. കർത്താവേ, കൃപ തരണമേ, ഈ അഭിഷേകം തരണമേ. ആത്മാക്കൾക്കായി വില കൊടുത്ത് വേല ചെയ്തവർ അന്ത്യകാല പ്രേക്ഷിതർ, യേശുവിന്റെ സ്നേഹിതർ, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ. അന്ത്യകാല പതിനായിരങ്ങളിലേക്ക് കൃപ ഒഴുകട്ടെ. വിട്ടകന്ന ധീരസാക്ഷികൾ കൊയ്ത്തുകാലവേലയ്ക്കായി ആയുധങ്ങൾ മൂർച്ചയേറ്റൻ സഹനതീയിൽ വെന്തുരുകി കർത്താവിന്റെ ബലിയാത്മാക്കള് അവരോട് ഈശോ ലോകത്തിന് സഭയിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നു. പുതിയ പെന്തക്കോസ്ത് കൊണ്ടുവരും. ആത്മധൈര്യം കൈവിടാതെ ആത്മശക്തി ഏറ്റെടുത്ത് സ്വർഗത്തെ നിറച്ചിടുവാൻ യാഗമായവർ. ആത്മധൈര്യം കൈവിടാതെ ആത്മശക്തി ഏറ്റെടുത്ത് സ്വർഗത്തെ നിറച്ചിടുവാൻ യാഗം. നമ്മൾ ഒരുമിച്ച് പാടിക്കേ. അന്ത്യകാല പ്രേക്ഷിതർ, യേശുവിന്റെ സ്നേഹിതർ, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ. അന്ത്യകാല കൊയ്ത്തിനായി ഇറങ്ങിടുക സോദരെ, കാലമേറെയില്ല കാന്തൻ വന്നിടുവാനാ. കാലമേറെയില്ല കാന്തൻ വന്നിടുവാനാ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. കാലമേറെയില്ല കാന്തൻ വന്നിടുവാനാ. കാലമേറെയില്ല കാന്തൻ വന്നിടുവാനാ. കരങ്ങൾ ഉയർത്തി എല്ലാ ശുശ്രൂഷകളെയും തുടർന്ന് ബഹുമാനപ്പെട്ട ഡൊമിനിക് വാളമന്നാച്ചന്റെ ശുശ്രൂഷ, ബഹുമാനപ്പെട്ട അനിനച്ചന്റെ ശുശ്രൂഷ, പ്രിയപ്പെട്ട റാണി ചേച്ചിയുടെ അമ്മ നൽകിയ സന്ദേശങ്ങളുടെ ശുശ്രൂഷ, ഇതെല്ലാം സമർപ്പിച്ച് പരിശുദ്ധാത്മ അടിയറവ് വെച്ച് പരിശുദ്ധാത്മാവ് എല്ലാം ഏറ്റെടുക്കുക, ആത്മാവെല്ലാം നിയന്ത്രിക്കുക. ഒരു 3 പ്രാവശ്യം ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളിലേക്കും പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, anoint us, anoint us. ഹല്ലേലൂയ. അഭിഷേകം വ്യാപരിക്കട്ടെ. കർത്താവിൽ നിന്ന് അഭിഷേകം പുറപ്പെടട്ടെ. ഗ്ലോറിയ, ഗ്ലോറിയ, ഗ്ലോറിയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ആമേൻ, ആമേൻ. എല്ലാവരും ആനന്ദത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് തിരുസഭയ്ക്ക് നൽകിയ വളരെ മഹത്തരമായൊരു ശുശ്രൂഷയാണ് പ്രാർത്ഥനയാ ലോകത്തെ സ്പർശിക്കുക. 40 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥന പരിത്യാഗ ശുശ്രൂഷ, ലോകത്തിന് അതിക്രമങ്ങൾക്ക് വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, നിത്യനാശത്തിലേക്ക് പോകുന്ന ഓരോ ആത്മാവിന്റെയും നിത്യരക്ഷയ്ക്ക് വേണ്ടി ഈ തലമുറയിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തിരിക്കുകയാണ്, നമ്മെ നിയോഗിച്ചിരിക്കുകയാണ്. അഭിനന്ദ പിതാക്കന്മാരും വന്യവൈദികരും അൽമായ ശുശ്രൂഷകരെല്ലാം ഈ 40 ദിനങ്ങളിൽ നമ്മൾ ഒരുമിച്ചാണ്, സഭ ഒരുമിച്ചാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. തുടർന്ന് സ്നേഹബഹുമാനപ്പെട്ട ഡൊമിനിക് വാളമനച്ചൻ പരിശുദ്ധാത്മീയ കാലഘട്ടത്തിൽ ഒരു പ്രവാചക തീയായി സാത്താന്റെ സാമ്രാജ്യങ്ങളെ തകർക്കുവാൻ, പിശാചിന്റെ പിടിയിൽ നിന്ന് അനേകം അസംഖ്യം ആത്മാക്കളെ നിത്യജീവനായി നേടുവാൻ പരിശുദ്ധാത്മാവ് എടുത്ത് ഉപയോഗിക്കുന്ന ശക്തമായ വന്യവൈദികനാണ് നമ്മുടെ പ്രിയപ്പെട്ട ഡൊമിനിക് അച്ഛൻ. ഈ ശുശ്രൂഷയിലൂടെ അച്ഛൻ നമ്മോട് അല്പസമയം സംസാരിക്കുകയാണ്. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ അത് ശ്രദ്ധിക്കാം. തുടർന്ന് സ്നേഹബഹുമാനപ്പെട്ട ആന്റണി മരിയ അച്ഛൻ ഈ ശുശ്രൂഷ ലീഡ് ചെയ്യും. പ്രിയപ്പെട്ട നമ്മുടെ റാണി ചേച്ചിയിലൂടെ അമ്മ നൽകിയ സ്വർഗത്തിൻ്റെ ദൂതുകൾ നമ്മൾ ശ്രവിക്കും. തുടർന്ന് ആരാധന ശുശ്രൂഷയിലേക്ക് നാളെ അതിശക്തമായ മറ്റൊരു ശുശ്രൂഷ പരിശുദ്ധാത്മത്തിൽ ഓരോ ദിവസവും
അതിനനുയോജ്യരായ വന്യവൈദികരെയും ആത്മായ ശുശ്രൂഷകരെയും പിതാക്കന്മാരെയും എല്ലാം പരിശുദ്ധാത്മ നിയോഗിച്ച് തന്നിരിക്കുക. സ്വർഗത്തിന്റെ സ്നേഹത്തെയോർത്ത് എല്ലാവരും സന്തോഷത്തോടെ ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ ശുശ്രൂഷയിൽ നമ്മൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. നിങ്ങൾ അനേകരെ പങ്കെടുപ്പിക്കണം. ഈ 40 ദിനങ്ങൾ ഒരു കമ്മിറ്റ്മെന്റ് എടുക്കുക ഈശോയുടെ മുൻപിൽ. അപ്പനും അമ്മയും മക്കളും അതുപോലെ ബഹുമാനപ്പെട്ട സമർപ്പിത സഭാ സമൂഹങ്ങൾ, വന്യവൈദികരെല്ലാം, 10,000 ജനലക്ഷങ്ങൾ ഒരുമിച്ച് ഈ സ്വർഗം നൽകിയ ഈ മഹത്തരമായ ശുശ്രൂഷയിൽ പങ്കെടുത്ത് നമുക്ക് സ്വർഗത്തിന് നിലവിളിക്ക് മറുപടി നൽകുന്ന അവിടുത്തെ വിശ്വസ്തരായ ആത്മാക്കളായിട്ട് മാറാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാളത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങണം. നാളെ കടന്നു വരുന്ന ബഹുമാനപ്പെട്ട വന്യവൈദികൻ, നാളെ അതിശക്തമായ ഒരു നിയോഗമാണ് പരിശുദ്ധാത്മാവ് തന്നിരിക്കുക. ഈ കാലഘട്ടത്തിന് വലിയ കൊടും തിന്മയാണ്. നമ്മൾ അതിനൊക്കെ വേണ്ടി ചങ്ക പൊട്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ തീ സാന്നിധ്യം ഇറങ്ങി പൈശാചിക വ്യാപാരങ്ങളെ തകർക്കും. ഇരുട്ടിന്റെ ശക്തികളെ ചിതറിച്ചു കളയും. അതിനുള്ള പവർ പരിശുദ്ധാത്മാവിനുണ്ട്. അവൻ സർവശക്തനാണ്. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. നമുക്ക് വളരെ പ്രാർത്ഥനാപൂർവം സ്നേഹബഹുമാനപ്പെട്ട ഡൊമിനിക് അച്ഛൻ്റെ വാക്കുകൾ, ആത്മാവിൻ്റെ ശബ്ദം നമുക്ക് സ്നേഹത്തോടെ സ്വീകരിക്കാം. പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക എന്നുള്ള ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന മുഴുവൻ ദൈവമക്കളെയും ഈ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃപയുടെ അഭിഷേകത്താൽ നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥന, പരിത്യാഗം, പ്രാശ്ചിത്തം എന്നീ 3 കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഈ 40 ദിനങ്ങളിൽ ലോകമെമ്പാടുമുള്ള ജനത്തെ നമ്മൾ ഒരുമിച്ച് കൂട്ടി നടത്തുന്ന ഈ പ്രാർത്ഥന യജ്ഞത്തിലൂടെ വലിയ വിടുതലും അനുഗ്രഹങ്ങളും സഭയുടെ മേൽ, ലോകം മുഴുവൻ്റെ മേലും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ലോകത്ത് നടക്കുന്ന വിശ്വാസത്യാഗം ഒരുപക്ഷെ ഈ കോവിഡ് കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു ദുരന്തമെന്ന പോലെ വരുന്നത് ചിലപ്പോൾ വിശ്വാസത്തിൻ്റെ മേഖലയിൽ ഉണ്ടാകുന്ന വ്യതിചലനങ്ങളായിരിക്കാം. ഇതിനെ എങ്ങനെ നമ്മൾ ഇതിനെ അതിജീവിക്കണമെന്ന് നമ്മൾ ഈ ദിനങ്ങൾ നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അതിനുള്ള കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് തരട്ടെ. എല്ലാവരും വിശ്വാസത്തിൽ പിടിച്ചിരിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലേക്ക് പോകുന്നതിന് മുമ്പ്, ഈ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാനൊന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ ശുശ്രൂഷ ആരംഭിച്ച ശരിക്കും ഇപ്പോൾ ഒരു 25-26 വർഷം എന്ന് പറയാൻ പറ്റും. സെമിനാരി പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം മുതൽ തന്നെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് ഞാൻ വന്നു. ഈ 25 വർഷങ്ങളിലെ ചരിത്രം നോക്കുമ്പോൾ ഞാൻ ശുശ്രൂഷ മേഖലയിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് അനുഭവിച്ചു ബുദ്ധിക്ക് അതീതമായ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതായത് മനുഷ്യകരമല്ല, ദൈവകരം തന്നെ വന്ന് പ്രവർത്തിക്കുന്ന സംഭവം. അതിലൂടെ എനിക്ക് ഉറപ്പിച്ച് പറയാവുന്നൊരു കാര്യമുണ്ട്. ഈ തിരുവചനങ്ങൾ, ബൈബിളിലെ തിരുവചനങ്ങൾ 100% സത്യമാണ്. ഈശോ പറയുന്ന ഈശോ ദൈവമാണെന്നും കർത്താവാണെന്നും എന്നുള്ള സത്യം 100% സത്യമാണ്. മരണാനന്തര ജീവിതം സത്യമാണ്. യേശുക്രിസ്തുവിലൂടെ മാത്രം രക്ഷ എന്നുള്ളത് 100% അത് സത്യസന്ധമായ വിശ്വാസം. അപ്പം അതിനകത്ത് യാതൊരു കലർപ്പുമില്ല. ആ ഒരു വിശ്വാസം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങളും അനുഭവങ്ങളും മാത്രമേ ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയത്ത് വിശ്വാസത്യാഗം എന്നത് പറയുമ്പോൾ ദൈവത്തെ അറിയത്തില്ലാത്ത, സുവിശേഷം എന്തെന്നറിയത്തില്ലാത്ത, രക്ഷാകര പദ്ധതി എന്തെന്നറിയത്തില്ലാത്ത ആളുകളാണ് ഇത്തരം ചിന്തകളും ബോധ്യങ്ങളോട്ട്. മാത്രമല്ല 2 കൊരിന്ത്യർ 4:4 ഒരു വലിയൊരു പൈശാചിക ബന്ധനം ലോകത്തുണ്ട്. ബുദ്ധിയിൽ അന്ധകാരം. അവിടെ പറയുന്നുണ്ട്, ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കും. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ബുദ്ധിയിൽ അന്ധകാരം. മനുഷ്യൻ വളരുകയല്ല, പക്ഷെ താഴോട്ട് പോരുകയാണ്. ഈ സമയം പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ബലപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള വലിയ തീരുമാനം നമ്മൾ എടുക്കണം. തെസ്സലോനിക്ക ലേഖനത്തിൽ 2 തെസ്സലോനിക്ക 1-ാം അധ്യായത്തിന്റെ
3 മുതലുള്ള വചനം, നിങ്ങളുടെ വിശ്വാസം സമൃദ്ധമായി വളരുകയും നിങ്ങൾ ഏവരുടെയും പരസ്പര സ്നേഹം വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിനാൽ സഹോദരരെ, നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് ഉചിതമാം വിധം നന്ദി പറയാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പീഡകളിലും ദുരിതങ്ങളിലും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്ഥൈര്യത്തെയും വിശ്വാസത്തെയും കുറിച്ച് ദൈവത്തിൻ്റെ സഭകളിൽ വെച്ച് ഞങ്ങൾ തന്നെ അഭിമാനിക്കാറുണ്ട്. ഒരു വചനം കൂടെ, തെസ്സലോനിക്ക ലേഖനം 2 തെസ്സലോനിക്ക 1:5 മുതൽ, ദൈവരാജ്യത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്. ദൈവരാജ്യത്തിന് നിങ്ങൾ അർഹരാക്കപ്പെടണമെന്ന ദൈവത്തിൻ്റെ നീതിപൂർവകമായ നിശ്ചയത്തിനുള്ള തെളിവാണ് ഇവയെല്ലാം. കർത്താവായ യേശു തൻ്റെ ശക്തരായ ദൂതന്മാരോടുകൂടെ അഗ്നിജ്വാലകളുടെ മധ്യേ സ്വർഗത്തു നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവരോട് പ്രതികാരം ചെയ്യുക എന്നതും യാതനകൾക്കിരയായ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സമാശ്വാസം നൽകുക എന്നതും ദൈവത്തിൻ്റെ നീതിയാണ്. അപ്പോൾ അവൻ ദൈവരാജ്യത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും എതിരായി പ്രതികാരം ചെയ്യും. അവർ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും അവൻ്റെ ശക്തിയുടെ മഹത്വത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട് നിത്യനാശം ശിക്ഷയായി അനുഭവിക്കും. കർത്താവ് തൻ്റെ വിശുദ്ധരിൽ മഹത്വപ്പെടുന്നതിനും ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ സാക്ഷ്യം മുഖേന വിശ്വാസികളായവരിലൂടെ കീർത്തിക്കപ്പെടുന്നതിനുമായി ആ ദിവസം അവൻ വരുമ്പോൾ ഇത് സംഭവിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും ഒരു വചനം, പവർഫുള്ളായ വചനം, 2 തെസ്സലോനിക്ക 1:11 മുതൽ, നമ്മുടെ ദൈവം നിങ്ങളെ തൻ്റെ വിളിക്ക് യോഗ്യരായി പരിഗണിക്കുന്നതിന് നിങ്ങളുടെ എല്ലാ സദുദ്ദേശങ്ങളും വിശ്വാസത്തിൻ്റെ പ്രവർത്തികളും തൻ്റെ ശക്തിയാൽ പൂർത്തിയാക്കുന്നതിനുമായി ഞങ്ങൾ സദാ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മുടെ ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും കൃപയ്ക്ക് അനുസൃതം അവൻ്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ സമയം നമ്മുടെ ഹൃദയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ട വചനം ഇതാണ്. അതായത് ഈ ഒരു കാലഘട്ടം, ഈ പ്രതിസന്ധികളുടെ കാലത്ത് നമ്മൾ വിശ്വാസത്തെ ആഴപ്പെടുത്തും. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, തിരുസഭയുടെ ചരിത്രം നമ്മൾ ധ്യാനിക്കുമ്പോൾ ആദ്യത്തെ 3-4 നൂറ്റാണ്ടുകൾ, അതായത് ഈ റോമൻ സാമ്രാജ്യത്തിൽ ക്രൈസ്തവ സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടം വരെ, പ്രത്യേകിച്ച് അതായത് 325 AD വരെയുള്ള കാലഘട്ടം നമ്മൾ ധ്യാനിക്കുമ്പോൾ കാണാം, സഭ പോയത് മുഴുവനും വലിയ സഹനങ്ങൾ നടുവിൽ. യേശുക്രിസ്തുവും ഉത്ഥിതനായ ഈശോയും ഒരു തോന്നലോ ഇല്ലൂഷനോ മനുഷ്യന്റെ ചിന്തയിലും അല്ല ഭയത്തിലും പലതരത്തിലും അവൻ രൂപപ്പെടുത്തിയ ഒരു സംഭവമാണ് ഈശോയുടെ മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, പരിശുദ്ധാത്മ, പെന്തക്കോസ്ത. എങ്കിൽ ഇവരാരും ഇത്രമാത്രം സഹന പീഡാനുഭവങ്ങൾ ഒരിക്കലും എടുക്കില്ല. പലപ്പോഴും ഞാൻ നിങ്ങൾക്ക് പങ്കുവച്ചിട്ടുള്ള വലിയൊരു ദൈവിക സംഭവമുണ്ട്. ഞാൻ പല പ്രാവശ്യം ഞാൻ പോയിട്ട് ദിവ്യരായ ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ ദൈവം എനിക്ക് തന്ന വാതിൽ തുറന്ന മേഖലയാണ് ഈ തുർക്കി ഭാഗം, ടർക്കി. അപ്പോൾ അവിടെയുള്ള പല സ്ഥലങ്ങളും ഞാൻ കർത്താവിനെ കൊണ്ടുപോയിട്ടുണ്ട്. എഫേസോസിലൊക്കെ പോയിട്ടുണ്ട്, പലതവണ പോയിട്ടുണ്ട്, സുവിശേഷം പ്രസംഗിക്കാനും ദൈവരാജ്യത്തെക്കുറിച്ച് പഠിക്കാനും. അതുപോലെ സ്മിർണ എന്ന് പറയുന്ന സഭ, നമുക്കറിയാം, വെളിപാട് പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൽ കാണുന്ന ആ സംഭവം, ആ സ്ഥലങ്ങളോടൊക്കെ ഞാൻ പോയിട്ടുണ്ട്. സഭാ ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ അധ്യായങ്ങൾ കിടക്കുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ, ഇന്ന് പറയുന്ന ഇസ്താംബുൾ എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്തോടൊക്കെ ദൈവം എന്നെ കൊണ്ടുപോകുക, ഓരോ സംഭവങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് പരിശുദ്ധനാമേ. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വിശ്വാസത്തിൻ്റെ ധൈര്യം തരുന്നൊരു വലിയ സംഭവമാണ് സ്മിർണയിലെ ഞാൻ സ്മിർണ രൂപതയുടെ കത്തീഡ്രൽ പള്ളി നിൽക്കുമ്പോൾ എനിക്കുണ്ടത് അനുഭവം. അപ്പം അതിൻ്റെ പശ്ചാത്തലം പഠിക്കുമ്പോൾ സ്മിർണ എന്ന് പറയുന്ന ആ ഒരു രൂപതയുടെ യഥാർത്ഥ സ്ഥാപകൻ എന്ന് പറയുന്നത് വിശുദ്ധ പോളികാർപ്പാണ്. യോഹന്നാൻ്റെ ബൈബിളിലെ സുവിശേഷകനായ കർത്താവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ യോഹന്നാൻ അപ്പോസ്തലന്റെ ശിഷ്യനാണ് വിശുദ്ധ പോളികാർപ്പ്. വിശുദ്ധ പോളികാർപ്പ് തൻ്റെ സുവിശേഷ പ്രഘോഷണം അതിശക്തമായി നടത്തുന്ന സ്ഥലമാണ് ഈ സ്മിർണ, എഫേസോസ്, ഈ സ്ഥലങ്ങളെല്ലാം തന്നെ. അപ്പം അങ്ങനെ ഈ സ്മിർണയിൽ സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കൾ വന്നിട്ട് ഈ വിശുദ്ധനായ പുണ്യവാനായ ഈ മെത്രാനെ പിടിച്ചുകൊണ്ട് പോകുന്ന ചരിത്രത്തിൽ ഈ പോളികാർപ്പിനെ പിടിച്ചു കൊണ്ടുപോകുന്ന സ്ഥലമുണ്ട്, സംഭവമുണ്ട്. അപ്പം എന്നിട്ട് ഇദ്ദേഹത്തെ ചെയ്യുന്നത്, ഇവരെ കൊല്ലാനായിട്ട് കൊണ്ടുപോയിട്ട് തീക്കകത്ത് കൊണ്ടുപോയി കത്തുന്ന വലിയ തീക്ക് ആഴിക്കകത്ത് കൊണ്ട് ഇടുന്നുണ്ട്. പക്ഷേ
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനെ, ഈ അഗ്നിയിലൂടെ മനുഷ്യനെ കൊന്നുകളയാനായിട്ട് പറ്റാതെ വരുമ്പോൾ ഇദ്ദേഹത്തെ പിന്നീട് ഇവരൊരു മാരകായുധം ഉപയോഗിച്ച് കുത്തിക്കീറി ആണ് ഈ വ്യക്തിയെ ബലി കൊടുക്കുന്നത്, അല്ലെ കൊല്ലുന്നത്. ആ സമയത്ത് വിശുദ്ധ പോളികാർപ്പ് പറയുന്നുണ്ട്, ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ദൈവ സന്തോഷത്തോടെ ആ മരണത്തെ സ്വാഗതം ചെയ്യുന്നു. കാരണം ഉത്ഥിതനായ ഈശോ എന്നതൊരു തോന്നലല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ എപ്പോഴും മനസ്സിലാവുന്നുണ്ട്, എന്തോ ഒരു ജ്ഞാനവും ബുദ്ധി അറിവും നിറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ ഓരോ വചനങ്ങളിലും. അപ്പൊ ആ അറിവും വചനം വെറും തോന്നലല്ലത്, അവർക്ക് നല്ല അറിവോടുകൂടി അനുഭവത്തോടുകൂടി. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹയൊക്കെ പറയുന്നത് ഈശോയെക്കുറിച്ച്, ഉത്ഥിതനായ ഈശോയെക്കുറിച്ച് പറയുമ്പോൾ 1 യോഹന്നാൻ 1:1 ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കരങ്ങൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവനുള്ള വചനത്തെക്കുറിച്ചാണ് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. ഇതിനെനിക്ക് പറയാൻ പറ്റും. ഓരോ ദിവസങ്ങളിലും സുവിശേഷ ശുശ്രൂഷ മേഖലയിൽ ദൈവിക ഇടപെടലുകൾ സംഭവിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കരങ്ങൾ കൊണ്ട് സ്പർശിച്ചതുമായ ഉത്ഥിതനായ ഈശോ, ജീവിക്കുന്ന ദൈവം, ദൈവത്തിൻ്റെ വചനം അതിന്നും സഭയിലുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് അണുവിട മാറാതിരിക്കണം. അതിപ്പോൾ വിശ്വാസത്തിനെതിരായ പ്രവർത്തനങ്ങൾ, അബോർഷനുകളാകട്ടെ, നരഹത്യകളുടെ പല രീതിയിലുള്ള പെരുമാറ്റങ്ങളാകട്ടെ, അല്ലെങ്കിൽ പൈശാചിക പാപത്തിൻ്റെ മേഖലകളാകട്ടെ, അല്ലെങ്കിൽ മതപീഡന മേഖലകളാകട്ടെ, ഇവരെല്ലാം കുഴപ്പം, ഇവരെല്ലാം പ്രശ്നം ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അവര് ഏതൊരു അധികാരത്തിലേക്ക് പലരും വരുമ്പോൾ അവരുടെ വിചാരം ഇരിക്കുന്നത് അവർ സർവവുമായി ഇനി അനപ്പുറത്തേക്ക് ഇനി ഒന്നുമില്ല. ചില ചിന്തിക്കും, ബുദ്ധിജീവികൾ ചിന്തിക്കും, പക്ഷേ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ഇതെല്ലാ കാലമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ വലിയവനാകാനുള്ള ഓട്ടം പലപ്പോഴും നിത്യതയെക്കുറിച്ചുള്ള മനുഷ്യന്റെ അജ്ഞതയിൽ നിന്നുണ്ടാകുന്ന ഒരു അപകടമായിട്ട് ഈ നാളുകൾ പല അനുഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ കോവിഡ് കാലം എനിക്കൊരു വലിയൊരു, ഞാൻ പറയും, എൻ്റെ ജീവിതത്തിൽ വലിയ ജ്ഞാനം കിട്ടിയൊരു കാലഘട്ടമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. ഈ കാലഘട്ടത്തിൽ പല കാര്യങ്ങളും ദൈവം എനിക്ക് അത് തോന്നലല്ലെന്നേ, നമ്മളും ഇങ്ങനെ ചിന്തിച്ചുണ്ടാക്കുന്നൊരു കോൺസെപ്റ്റ് അല്ലത്, സത്യത്തെ മുഖാഭിമുഖം കാണുന്ന സംഭവം. അതുകൊണ്ട് ഇപ്പോൾ ഈ ലോകത്തിൽ കാണുന്ന വിശ്വാസത്തിന് വിരുദ്ധമായ യുക്തിയുടെ, പണത്തിൻ്റെ കൊഴുപ്പിലൂടെ ഉണ്ടാകുന്ന പഠനങ്ങളും പ്രബോധനങ്ങളുടെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് പൈശാചിക ശക്തിയാണത്. സഭയെ ഭിന്നിപ്പിക്കുന്നു, തിരുസഭയുടെ നാശത്തിന് വേണ്ടി ശ്രമിക്കുന്നു, ദൈവവചനത്തിൻ്റെ നാശത്തിന് വേണ്ടി ശ്രമിക്കുന്നു, ദൈവമക്കളുടെ നാശത്തിന് വേണ്ടി ശ്രമിക്കുന്നു, പരിശുദ്ധ കുർബാനയുടെ ബലിപീഠങ്ങളുടെ നാശത്തിന് വേണ്ടി ശ്രമിക്കുന്നു, തിരുസഭയുടെ ശ്ലൈഹിക അധികാരത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എല്ലാത്തിന്മേ അത് മുഴുവൻ പൈശാചിക അരൂപികൾ, അത് തോന്നൽ. വെറുതെ നമ്മളിങ്ങനെ ഒരു തിന്മയ്ക്ക് കൊടുക്കുന്നൊരു ആൾരൂപമല്ല ഞാൻ പറയുന്നത്. അത് ശരിക്കും ലൂസിഫർ സ്പിരിറ്റിൻ്റെ സൈന്യങ്ങളുടെ പ്രവർത്തനമാണിത്. ഇത് ഡെലിവറൻസിൻ്റെ ഗിഫ്റ്റ് പ്രയർ പ്രാർത്ഥിക്കുമ്പോൾ കാണാൻ പറ്റും ഇത്തരം തിന്മയുടെ ശക്തികൾ പല ആളുകളിലും ജീവിതങ്ങളിൽ നിന്നും ഇളകിപ്പോകുന്നത് ഞാനത് വ്യക്തതയോടെ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ വചനം ഞാൻ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവം. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന എല്ലാ ദുരന്തങ്ങളും ഇതൊക്കെ നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. മക്കൈബയുടെ പുസ്തകത്തിൽ മതപീഡനത്തിൻ്റെ ഒരു ചരിത്രം പറയുമ്പോൾ, ഒരമ്മയും 7 മക്കളുടെയും ചരിത്രം പറയുമ്പോൾ അവിടെ പറയുന്നത്, നമ്മൾ പറയും ഇത് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. നമ്മുടെ വിശ്വാസം നമ്മൾ ഏറ്റുപറയേണ്ട സമയമാണിത്. അല്ലാതെ ഇവിടെ വെച്ച് നമ്മൾ ഒരിക്കലും തിന്മയുടെ ശക്തികൾ നമുക്ക് എന്ത് തരാമെന്ന് പറഞ്ഞാൽ, സ്ഥാനമാനാകാം, ജോലിയാകാം, പ്രശസ്തിയാകാം, നമുക്ക് എല്ലാ സഹായങ്ങളും കിട്ടും. അങ്ങനെയൊന്നും വേണ്ട. നമ്മുടെ വലുത് ഈശോ മാത്രമാണ്. 3 ബാലന്മാരെ എടുത്ത് അഗ്നികുണ്ഡത്തിലേക്ക് എറിയാൻ കാരണം അവർ വിശ്വാസത്തെ മുറുകെ പിടിച്ചു. പക്ഷേ വിശ്വാസം അവരുടെ വിശ്വാസം മൂലം തന്നെ അവരാ അഗ്നികുണ്ഡത്തിൽ നിന്ന് കരകയറി. അതെ, യഥാർത്ഥ ദൈവവിശ്വാസം മുറുകെ പിടിക്കേണ്ട സമയമാണിത്. ഏത് പ്രതികൂല സാഹചര്യം വന്നാലും നമ്മൾ മുന്നോട്ട് പോകണം. ആരെന്തു പറഞ്ഞാലും നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു ദൈവമാണ്. മരണമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്, നിത്യജീവിതമുണ്ട്. ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തികൾക്ക് അനുസരിച്ചുള്ള ജീവിതം, അതിന് യാതൊരു മറ്റുമില്ല. അവിടെ ദൈവം നീതിപൂർവ്വം എല്ലാത്തിനും വിധി കൽപ്പിക്കും. ഉറപ്പാണത്.
നന്മ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിലേക്കും തിന്മ ചെയ്യുന്നവൻ നിത്യ അന്ധകാരത്തിലേക്കും പോകുന്ന ഒരു നീതിവിധിയുടെ, ന്യായവിധിയുടെ ദിനങ്ങൾ ലോകത്തിൽ സംഭവിക്കും. ദൈവശ്രദ്ധ അത് ഈ ബൈബിൾ വചനങ്ങൾ അത് എല്ലാം നിറവേറിയ വചനങ്ങൾ ഇഷ്ടം പോലെ. ഇനി നിറവേറാനിരിക്കുന്ന പ്രവചനങ്ങളുണ്ട്. അതും കാലത്തിൻ്റെ പൂർണ്ണതയിൽ അത് സംഭവിക്കുക തന്നെ ചെയ്തിരിക്കും. അതുകൊണ്ട് ഈ സമയത്ത് പ്രിയപ്പെട്ട ദൈവമക്കൾ, ഈ 40 ദിനങ്ങൾ നമുക്ക് സാധിക്കും. നമ്മളെല്ലാവരും പ്രാർത്ഥന, പരിത്യാഗം, പ്രാശ്ചിത്തം, ഉപവാസം, ത്യാഗപ്രവൃത്തികൾ, ഇവയിലൂടെ എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. അറിഞ്ഞു അറിയാതെയും ലോകവും നമ്മളും ചെയ്തു പോകുന്ന പാപക്ക് മാപ്പ് പറയാം. നമ്മുടെ ചിന്തകളിലും പ്രവൃത്തികളിലും വിശ്വാസവിരുദ്ധമായ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ക്ഷമ ചോദിച്ച് ദൈവത്തോട് മാപ്പ് പറയാം. ദൈവത്തിൻ്റെ വലിയ കരുണ, കൃപ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ, ഈ വലിയ ആത്മീയ ശുശ്രൂഷയിൽ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ചുകൂടാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള പ്രാർത്ഥനയുടെ സമയത്ത് ദൈവകരം ഇത് ശുശ്രൂഷ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളുടെ മേലും അനുഗ്രഹമായി കൃപയായി വർഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മുടെ ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നി ജ്വാലയാൽ ലോകം മുഴുവൻ ഈ ശുശ്രൂഷ കത്തിപ്പടരുവാനായിട്ട്, സ്വർഗം തിരഞ്ഞെടുത്ത ഈ ശുശ്രൂഷ കത്തിപ്പടരുവാനായിട്ട് പരിശുദ്ധമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അമലേ അമലേ മരിയേ, ആവേ ആവേ അമ്മേ അമ്മേ, അമലേ അമലേ മരിയേ, ആവേ ആവേ അമ്മേ അമ്മേ, അമലേ അമലേ മരിയേ, ആവേ ആവേ അമ്മേ അമ്മേ, അമലേ അമലേ മരിയേ, അമലേ അമലേ മരിയേ. പ്രിയമുള്ളവരെ, അച്ഛനിന്ന് രാവിലെ ഇന്നത്തെ ശുശ്രൂഷയെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ അമ്മ എനിക്കൊരു സന്ദേശം തരികയുണ്ടായി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധനായ അൽഫോൺസ് മരിയ ലിഗോറി ഗ്ലോറീസ് ഓഫ് മേരി എന്ന പുസ്തകത്തിൽ ഒരു ചെറിയ സംഭവം വിവരിക്കുന്നുണ്ട്. അദ്ദേഹം ഈശോസ്തവ വൈദികനായ ഒരു ഫാദർ അൽഫോൺസ് മരിച്ചപ്പോൾ ഇപ്രകാരം പറയുന്നൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിശുദ്ധ അൽഫോൺസ് മരിയ ലിഗോറി കുറിക്കുന്നത്. ഇപ്രകാരമാണ് ഈ ഈശോസ്തവ വൈദികനായ ഫാദർ അൽഫോൺസ് പറയുന്നത്: ഞാൻ പരിശുദ്ധ മറിയത്തെ ശുശ്രൂഷിച്ച മണിക്കൂറുകൾ സ്വർഗത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ അമ്മയെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളും ആധ്യാത്മിക ചിന്തകളും അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ സ്വർഗം തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ വലിയ ശുശ്രൂഷയാണിത്. സ്വർഗത്തിൻ്റെ മണിക്കൂറുകളാണ്, സ്വർഗത്തിൻ്റെ അഭിഷേകം ഒഴുകുന്ന മണിക്കൂറുകളാണ്, പരിശുദ്ധ അമ്മ തിരഞ്ഞെടുത്ത മണിക്കൂറുകളാണ്, പരിശുദ്ധ അമ്മയുടെ ശുശ്രൂഷയാണിത്. അപ്പം ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ മറിയത്തെ ഞാൻ ശുശ്രൂഷിച്ച സമയം സ്വർഗം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞതുപോലെ, പ്രിയമുള്ളവരെ, സ്വർഗം തിരഞ്ഞെടുത്ത ഈ ശുശ്രൂഷ കാണുമ്പോൾ, കേൾക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈ ശുശ്രൂഷ മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അന്ത്യകാല യുഗത്തെക്കുറിച്ച്, കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് മുന്നോടിയായിട്ട് ലോകം മുഴുവൻ മാനസാന്തരപ്പെടുവാനായിട്ട് പരിശുദ്ധ അമ്മോട് നൽകപ്പെട്ട സന്ദേശങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ ഈ മണിക്കൂറുകൾ, ഈ ശക്കീനയുടെ ശുശ്രൂഷ മുഴുവൻ, ഇവിടെ വരുന്ന ശുശ്രൂഷകർ മുഴുവൻ, ഇവിടെ കേൾക്കുന്ന ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ സ്വർഗീയ നിമിഷങ്ങൾ സ്വർഗത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ മെജുഗോറിയിലെ കുഞ്ഞുങ്ങളോട് ഇപ്രകാരം പറയുന്നുണ്ട്: കുഞ്ഞുങ്ങളായി നിങ്ങളെല്ലാവരും ഗുംനയിലേക്ക് വരിക. ഗുംന എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിലേക്ക് വരാൻ പറയുമ്പോൾ പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്: എൻ്റെ മകനും സാത്താനും തമ്മിലുള്ള യുദ്ധം വെളിപ്പെടേണ്ടിയിരിക്കുന്ന സമയമാണ്. മനുഷ്യാത്മാക്കൾ അപകടത്തിലാണ്. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിലൂടെ ലോകത്തെ സ്പർശിക്കുക എന്ന് പറഞ്ഞ ഷക്കീനയുടെ ശുശ്രൂഷ സാത്താനും ഈശോയും തമ്മിലുള്ള
യുദ്ധം വെളിപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം ലോകം അപകടത്തിലാവുന്നു, മനുഷ്യാത്മാക്കൾ അപകടത്തിലാവുമ്പോൾ സ്വർഗം ഈ ഷക്കീന ശുശ്രൂഷയ്ക്ക് കൊടുത്ത, ഈ ഷക്കീന ചാനലിന് കൊടുത്ത, സ്വർഗം കൊടുത്ത വലിയ വെളിപാടാണ്, ഒരു വലിയ അഭിഷേകമാണ്. ദൈവമക്കളെ, ലോകത്ത് ദൈവമക്കൾ നഷ്ടപ്പെട്ടു പോകുന്നു, ലോകത്തെ ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകുന്നു. അതിൻ്റെ ഹൃദയവേദനയാൽ, അതിൻ്റെ ഹൃദയവേദനയാൽ ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ട് ഈ ഷക്കീന ശുശ്രൂഷ ഇവിടെ നടത്തുമ്പോൾ ഈ സ്വർഗം മുഴുവൻ ഇവിടെ ഇറങ്ങി വന്ന് പരിശുദ്ധ അമ്മയുടെ അത്ഭുത ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, അമ്മയുടെ വിമല ഹൃദയത്തിന്റെ ശക്തി ലോകം മുഴുവൻ വ്യാപരിക്കപ്പെടുവാൻ വേണ്ടി, ഈ ശുശ്രൂഷ കാണുന്ന എല്ലാ ദൈവ മക്കളിലേക്ക് വ്യാപരിക്കപ്പെടുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 8-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്: കർത്താവായ യേശു തൻ്റെ വായിൽ നിന്നുള്ള നിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കുകയും തൻ്റെ പ്രത്യാഗമനത്തിൻ്റെ പ്രഭാപൂരത്താൽ അവനെ നാമാവിശേഷമാക്കുകയും ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ഒരു ശുശ്രൂഷയ്ക്കെതിരായിട്ട് നരകശക്തിയിൽ ഒന്നടങ്കം വ്യാപരിക്കുന്നുണ്ട്. ഈ ശുശ്രൂഷയ്ക്കെതിരായിട്ട് നരകം മുഴുവൻ കലഹമിളക്കി വിടുന്നുണ്ട്. ഈ ശുശ്രൂഷർക്കെതിരായിട്ട് നരകം മുഴുവൻ കോലാഹലമുണ്ടാക്കി ഇളക്കി വിടുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഒരു കാലഘട്ടത്തിൽ ഈ വചനത്തിന് അഭിഷേകം ലോകം മുഴുവൻ വ്യാപരിക്കുവാൻ വേണ്ടി, ശുശ്രൂഷ മുഴുവൻ വ്യാപരിക്കാൻ വേണ്ടി സ്വർഗത്തോട് ചേർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 2 കൊരിന്ത്യർ 11:29 തിരുവചനം ഇപ്രകാരം പറയുകയാണ്: ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തിയെരിയാത്തത്? പ്രിയമുള്ളവരെ, ലോകം പാപം ചെയ്ത് മനുഷ്യർ പാപം ചെയ്ത് ദൈവത്തെ മറന്നുകൊണ്ട് ദൈവവും ദൈവകൽപ്പനകളും വളരെ ലാഘവത്തോടുകൂടി കാണുമ്പോൾ ഷക്കീന ശുശ്രൂഷകർ ഹൃദയം കത്തിയിരിഞ്ഞു. അവരുടെ ശുശ്രൂഷകരുടെ ഹൃദയം കത്തിയിരിഞ്ഞു. നമ്മുടെ സന്തോഷപ്രദന്റെ ഹൃദയം കത്തിയിരിഞ്ഞു. ആ കത്തിയെരിച്ചിൽ നിന്നാണ് ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ഉൾക്കാമ്പ് അല്ലെങ്കിൽ ഒരു തിരുനാളം പൊട്ടി വിടരുന്നത്. പ്രിയമുള്ളവരെ, പൗലോസ്ലീഹ എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്: ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തുവിൻ. പ്രിയമുള്ളവരെ, ഈ 40 ദിവസത്തെ പ്രാർത്ഥന, പരിഹാരം, പ്രായശ്ചിത്ത ശുശ്രൂഷകളെല്ലാം ഈ തിന്മയുടെ ദിനങ്ങളിൽ നമ്മൾ ഈ സമയം പ്രയോജനപ്പെടുത്തുകയാണ്. പ്രാർത്ഥന കൊണ്ടും പരിഹാരം കൊണ്ടും പ്രായശ്ചിത്തം കൊണ്ടും നമ്മൾ ലോകത്തെ നേടിയെടുക്കുവാനായിട്ട്, ഈശോയെ നേടിയെടുക്കുവാനായിട്ട്, ലോകത്തിലേക്ക് തിരിയുവാനായിട്ട്, ഈശോയിലേക്ക് ലോകത്തെ കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് നമ്മൾ ശക്തമായിട്ട് ദൈവത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് സ്വർഗത്തിന് നിലവിളിക്ക് പ്രത്യത്തിരിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു വലിയ യജ്ഞത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. 1 കൊരിന്ത്യർ 10:11 തിരുവചനം ഇപ്രകാരം പറയുന്നു: ഇതെല്ലാം അവർക്കൊരു താക്കീതായിട്ടാണ് സംഭവിച്ചത്. നമുക്ക് ഒരു പാഠമാകേണ്ടതിന് അവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണോ വന്നെത്തിയിരിക്കുന്നത്? പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ മെജുഗോറി പ്രകാരം പറയുന്നുണ്ട്: ലോകം മുഴുവൻ മാനസാന്തരപ്പെടുവാനായിട്ട്, അനുരഞ്ജനപ്പെടൽ ഉണ്ടാകുവാനായിട്ട് നിങ്ങളായിരിക്കുന്ന അവസ്ഥയെ തന്നെ എനിക്ക് പൂർണ്ണമായിട്ട് വിട്ടുതരുമ്പോഴാണ് അത് സാധ്യമാകുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയെ ആഗ്രഹിക്കുന്നത് സന്തോഷപ്രദ ആമുഖത്തിൽ പറഞ്ഞതുപോലെ പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി, അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ഒരു വിജയത്തിന് വേണ്ടി ഒരു മരിയം സൈന്യം ഈ കാലഘട്ടത്തിൽ രൂപപ്പെടുത്തിയെടുക്കുവാനാണ്. പ്രിയമുള്ളവരെ, ഇന്ന് എന്നോട് സംസാരിക്കാൻ തന്നിരിക്കുന്ന വിഷയം നിരാശരും വിഷാദഗ്രസ്തരുമായ ആത്മാക്കളെക്കുറിച്ചാണ്. ഒരുപക്ഷെ സ്വർഗത്തിന് ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് ഇവരെ പ്രതിയാണ്. അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് വിജയമാതാവിൻ്റെ ഒരു സന്ദേശത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: എല്ലാറ്റിനും ഉപരി വിഷാദാത്മകമായ ഈ നാളുകളിൽ അനിയന്ത്രിതമായ സുഖഭോഗങ്ങളിൽ പ്രലോഭനങ്ങളിൽപ്പെട്ട് അസംഖ്യമാത്മാക്കൾ ചാബല്യപ്പെട്ട് പാപക്കെണിയിൽ പെടും. പ്രിയമുള്ളവരെ, എല്ലാറ്റിനും ഉപരിയായിട്ട് വിഷാദാത്മകമായ ഒരു അവസ്ഥയിലൂടെ ലോകം കടന്നു പോവുകയാണ്. ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ, ഈ മഹാവ്യാധിയിൽ പടർന്നു പിടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവമക്കൾ ദൈവത്തിൽ നിന്ന് അകന്ന് വിശ്വാസം മന്ദീഭവിച്ച്
ദൃഢതയില്ലാതെ വരുമ്പോൾ, ആത്മധൈര്യമില്ലാതെ വരുമ്പോൾ, സ്ഥൈര്യമില്ലാതെ വരുമ്പോൾ, ധീരതയില്ലാതെ വരുമ്പോൾ, ഒരുപക്ഷെ പരിശുദ്ധ അമ്മ അവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ഇതിനെ അതിജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ വിശുദ്ധ ഫൗസ്റ്റീനയോടും ഒക്കെ ധാരാളമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഈശോയും ധാരാളമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് കൊടുത്ത നരക ദർശനത്തിൽ 7ാമത്തെ ഒരു ശിക്ഷയായിട്ടാണ് പറയുന്നത് നിരാശ. നിരാശപ്പെട്ട ആത്മാക്കളെ കുറിച്ചാണ് കർത്താവ് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത്. ഈ നിരാശിതരെല്ലാവരും പ്രത്യാശയിലേക്ക് കടന്നു വരുവാനാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. സന്തോഷത്തോടെ ആമേൻ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ഈ ഒരു മണിക്കൂറുകൾ, ഈ 40 ദിവസം നമ്മളായിരിക്കുമ്പോൾ ലോകം മുഴുവൻ നിരാശപ്പെട്ടു പോയ ദൈവജനത്തിനെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. ആ ദൈവജനത്തെ മുഴുവൻ ഈശോയുടെ കരുണയിലേക്ക് കൊടുത്തുകൊണ്ട് ഈ ജൂലൈ 1-ാം തീയതി പരിശുദ്ധ റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ നൊവേനയും തിരുനാളുകളും ഒക്കെ ആരംഭിക്കുമ്പോൾ, ഈശോയുടെ തിരുരക്തത്തിൻ്റെ ഈ മാസത്തിൽ തിരുരക്തത്തിൻ്റെ തിരുനാൾ ആഗോള കത്തോലിക്ക സഭ ഇന്ന് കൊണ്ടാടുമ്പോൾ, കർത്താവിൻ്റെ തിരുരക്തത്തിലേക്ക്, ദൈവകരുണയിലേക്ക്, തിരുരക്ത കടലിലേക്ക് നമുക്കിവരെ പൂർണ്ണമായിട്ടും സമർപ്പിക്കാം. കർത്താവിൻ്റെ കരുണ സമൃദ്ധമായിട്ട് ഒഴുകപ്പെടാനായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, എല്ലാ സന്ദേശം റോസ മിസ്റ്റിക്ക മാതാവിലൂടെയും പറയുന്നുണ്ട്. എന്താണ് പറയുന്നത് മക്കളെ? പരിശുദ്ധ അമ്മ എന്താണ് പറയുന്നത്? പ്രാർത്ഥിക്കുക, അനുദപിക്കുക, പരിഹാരം ചെയ്യുക, പ്രായശ്ചിത്തം ചെയ്യുക എന്നാണ് പറയുന്നത്. പരിശുദ്ധ അമ്മ മെഡ്ജുഗോറിയിൽ ഒക്ടോബർ 9-ാം തീയതി 1986 കൊടുത്ത ഒരു സന്ദേശത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങളുടെ കൊച്ചു കൊച്ചു പരിത്യാഗ പ്രവൃത്തികളിലൂടെ ഓരോരുത്തരും നിങ്ങളെ, എന്നെയും സഹായിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പരിശുദ്ധ അമ്മയുടെ ആഗ്രഹം മറ്റൊന്നുമല്ല, കൊച്ചു 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 പരിത്യാഗ പ്രവൃത്തികളിലൂടെ, കൊച്ചു കൊച്ചു പരിത്യാഗ പ്രവൃത്തിയിലൂടെ പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത് പരിത്യാഗം ചെയ്യുന്നവരെയും പരിശുദ്ധ അമ്മയും സഹായിക്കാൻ തന്നെയാണ്. അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ വിജയം നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നത് നമ്മിലൂടെ തന്നെയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു വിഷാദഗ്രസ്തരും അല്ലെങ്കിൽ നിരാശയിലൂടെ കടന്നു പോകുന്ന ആത്മാക്കളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഇപ്രകാരം ഒരു സംഭവം പറയുന്നുണ്ട്. മെഡ്ജുഗോറി നടന്നു കേട്ടൊരു സംഭവം പറയുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ദിവസം മെഡ്ജുഗോറിയിലെ കുഞ്ഞുങ്ങളെല്ലാം പ്രത്യക്ഷീകരണ കുന്നിലോട്ട് വരികയാണ്. ആ പ്രത്യക്ഷീകരണ കുന്നിലോട്ട് വരുമ്പോൾ അവർ ജന്മന തളർന്ന ഒരു കൊച്ചിനെ കൊണ്ടുവരുന്നുണ്ട്. അവർ വലിയ പ്രത്യാശയോടെയൊക്കെ കൊണ്ടുവരുന്നത്, വളരെയധികം പ്രതീക്ഷ അവർക്കുണ്ട്. മാതാവ് അവിടെ ഇടപെടും എന്നൊരു വിശ്വാസം. മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ 6 ദാർശനികർ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അവിടെ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് അമ്മയോട്, അമ്മ ഈ കുഞ്ഞിനെ സുഖപ്പെടുത്തണേ എന്ന്. പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, അവർ ശക്തമായിട്ട് വിശ്വസിക്കട്ടെ, ശക്തമായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ആൾക്കാരെല്ലാവരും പ്രതീക്ഷിച്ചു. ധാരാളം ജനങ്ങൾ അവിടെ കൂടി നിൽപ്പുണ്ട് കേട്ടോ, ഒരുപാട് ജനങ്ങൾ അവിടെ കൂടി നിൽപ്പുണ്ട്. അവരെല്ലാവരും പ്രതീക്ഷിച്ചു. എന്താ പ്രതീക്ഷിച്ചത്? ഇപ്പം തന്നെ സൗഖ്യം കിട്ടുമെന്ന്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ജനങ്ങൾക്കെല്ലാം നിരാശയുണ്ടായി. പ്രിയമുള്ളവർ, അടുത്ത ദിവസം ഈ ജന്മനാ തളർന്നുപോയ ആ കുഞ്ഞ് ഈ മെഡ്ജുഗോറിയയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട പ്രത്യക്ഷീകരണ കുന്നിൽ അപ്പാരീഷൻ ഹില്ലിൽ നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവരുടെ നിരാശ പ്രത്യാശയായിട്ട് മാറി എന്നാണ് പറയുന്നത്. മെഡ്ജുഗോറിയയിൽ പരിശുദ്ധ അമ്മ കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് സെപ്റ്റംബർ 20-ാം തീയതി കൊടുത്ത സന്ദേശം. 1984 പരിശുദ്ധ അമ്മ ഈ സന്ദേശം കൊടുക്കുന്നത്. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഹൃദയം കൊണ്ട് ഉപവാസം ആരംഭിക്കുവാൻ ഇന്ന് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. എല്ലാവരും ഉപവസിക്കുന്നത് പോലെ ഉപവസിക്കുന്നതുകൊണ്ട് മാത്രം പലരും ഉപവസിക്കുന്നു. അത് ഒരു അനുഷ്ഠാനമായി തീർന്നിരിക്കുന്നു. ആരും അത് നിർത്തിവെക്കുവാൻ തയ്യാറുമില്ല.
പ്രിയമുള്ളൊരു പരിശുദ്ധ അമ്മ, സ്വർഗം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഉപവാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൃദയം കൊണ്ടുള്ള ഉപവാസമാണ്. അപ്പൊ ഹൃദയം കൊണ്ട് ഉപവസിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉപവാസം, നമ്മുടെ കണ്ണിൻ്റെ ഉപവാസം, നമ്മുടെ നാവിൻ്റെ ഉപവാസം, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉപവാസം, നമ്മുടെ ചിന്തയുടെ ഉപവാസം, അങ്ങനെ പലവിധ ഉപവാസങ്ങൾ നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ട് ഈ വിഷാദഗ്രസ്തരായ നിരാശപ്പെട്ടുപോയ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുവാനായിട്ട് നമുക്ക് ഈ ദിവസം പ്രയോജനപ്പെടുത്താം. വിഷാദത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ നിരാശപ്പെടുന്നത്? എന്തുകൊണ്ടാണ് മനുഷ്യൻ വിഷാദപ്പെടുന്നത്? അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം മുഴുവൻ ഭൗതികതയിൽ ഊന്നിയ ഒരു ജീവിതമാണ്. ഭൗതികതയിൽ ഊന്നിയ ഒരു ആത്മീയത അവൻ രൂപപ്പെടുത്തുകയാണ്. പലപ്പോഴും പണ്ടുകാലം ഞാൻ കേട്ടിട്ടുണ്ട്, മനുഷ്യർ തിരുവചന പ്രഘോഷണം കേൾക്കാൻ പോകുന്നതും തിരുവചന ധ്യാനത്തിന് പോകുന്നതുമെല്ലാം അവൻ്റെ നിത്യജീവന് വേണ്ടിയാണ്, അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അവൻ ആഗ്രഹിക്കുന്ന സ്വർഗം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അവൻ ആഗ്രഹിക്കുന്നില്ല. അവൻ ആഗ്രഹിക്കുന്നത് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു വിശുദ്ധനാകണം എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വചനം കേട്ട്, വചനം എൻ്റെ ഹൃദയത്തിൽ പേറിക്കൊണ്ട്, വചനം കേട്ട് മാനസാന്തരപ്പെട്ടുകൊണ്ട് എൻ്റെ കുടുംബം മുഴുവൻ കർത്താവായ യേശുവിൽ വിശ്വസിക്കണം. കർത്താവായ യേശുവിലുള്ള വിശ്വാസമല്ലാതെ വേറെ ഒന്നും തന്നെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ആ ഒരു നിയോഗം വെച്ചുകൊണ്ട് അവൻ പോകുന്നു. അതോടൊപ്പം അവൻ്റെ ബാഹ്യമായ കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നു. അവൻ എല്ലാ സ്ഥലങ്ങളും പോയി വചനപ്രഘോഷണത്തിന് മാസികകളെല്ലാം കൊടുക്കുന്നു. അങ്ങനെ തിരുവചനം കുടുംബങ്ങൾ മുഴുവൻ എത്തിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ദൈവം എന്താണ് എനിക്ക് തരുന്നത്? എന്താണ് എനിക്ക് തരുന്നത്? ദൈവം എന്താണ് എനിക്ക് തരുന്നത്? ദൈവത്തിന് കൊടുക്കാനായിട്ട് നമുക്കൊന്നുമില്ല. രണ്ടാമതായിട്ട് ഈ ഒരു നിരാശയുടെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നത് നിത്യജീവനെക്കുറിച്ച് ബോധ്യമില്ലായ്മ. നിത്യജീവനെക്കുറിച്ച് ബോധ്യമില്ലായ്മയാണ്. മെജൂറിയിലെ വൈദികനായ ഫാദർ ജോസോ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനാൽ പീഡിപ്പിക്കപ്പെട്ട് അദ്ദേഹം ജയിലിലേക്ക് പോകുമ്പോൾ ജനങ്ങളെല്ലാം നിരാശരായി കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം പള്ളിയിൽ അവരൊരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ 6 കുഞ്ഞുങ്ങളും വന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചോദിക്കുന്നുണ്ട്, ഫാദർ ജോസോ ജയിലിൽ നിന്ന് വരുമോ? സുരക്ഷിതനാണോ? പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, നിങ്ങളുടെ മുഖത്ത് എപ്പോഴും സന്തോഷം കളിയാടട്ടെ, അവൻ സുരക്ഷിതനായിരിക്കും, ഞാൻ അവൻ്റെ കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ഈ കുഞ്ഞുങ്ങൾ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴും ഫാദർ ജോസോ ജയിൽ വിമോചിതനായില്ല. പകരം രാജ്യദ്രോഹ കുറ്റത്തിന് 3 കൊല്ലവും കൂടി അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. ജയിലിൽ കിടന്ന് ജയിൽ വിമോചിതനായിട്ട് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വിഷാദം ഒട്ടുമില്ലായിരുന്നു. നിരാശയില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ ജയിലിൽ കിടന്ന സമയങ്ങളെല്ലാം പരിശുദ്ധ അമ്മ എന്നെ ജയിലിൽ സന്ദർശിച്ചു. പ്രിയമുള്ളവരെ, ഈ കോവിഡ് എന്ന മഹാമാരിയുടെ കാലഘട്ടങ്ങളിലും സാമ്പത്തിക ഞെരുക്കങ്ങളുടെ കാലഘട്ടങ്ങളിലും ദുരിതങ്ങളുടെ കാലഘട്ടങ്ങളിലും വേദനകളുടെ കാലഘട്ടങ്ങളിലും ജോലി പോകുമ്പോഴും ജോലി നഷ്ടപ്പെടുമ്പോഴും വിദേശത്ത് പോകാൻ സാധിക്കാതെ വരുമ്പോഴും അവിടെയുള്ള ജോലികളെല്ലാം പോകുമ്പോഴും നമ്മൾ വിഷാദിക്കുമ്പോൾ, നമ്മൾ നിരാശപ്പെടുമ്പോൾ സ്വർഗം നമ്മെ നോക്കുന്നു, നമ്മെ നോക്കി കരയുന്നു. സ്വർഗം നമ്മെ നോക്കി കണ്ണീരൊഴുക്കുന്നു. വിശുദ്ധനായ അൽഫോൺസ് ലിഗോരി പുണ്യാളന് ഇപ്രകാരം ഒരു സംഭവം വിശുദ്ധ വിൻസെൻ്റ് ഫെററിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ നിരാശയെക്കുറിച്ച് വിശുദ്ധ വിൻസെൻ്റ് ഫെറർ പറയുന്ന, അദ്ദേഹം ഒരു വീട്ടിൽ ചെല്ലുകയാണ്. ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒരാൾ മരണാസനായിട്ട് കിടക്കുകയാണ്. അദ്ദേഹം നിരാശപ്പെട്ട് മരണാസനായിട്ട് കിടക്കുകയാണ്. വിശുദ്ധനായ വിൻസെൻ്റ് ഫെറർ ചോദിക്കുന്നുണ്ട്, ഈശോ മിശിഹാ നിങ്ങളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുമ്പോൾ താങ്കൾ എന്തിനാണ് സ്വയം നശിക്കുന്നത്? അദ്ദേഹം പറയുന്നുണ്ട്, കർത്താവായ ഈശോ മിശിഹായ്ക്ക് പോലും എന്നെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന്. വിശുദ്ധ വിൻസെൻ്റ് ഫെറർ പറയുന്നുണ്ട്, നമുക്ക് ജപമാലയിൽ പ്രാർത്ഥിക്കാം. ആ കുടുംബം മുഴുവൻ ആ അച്ഛനോട് ചേർന്ന് ജപമാലയിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ ആ വ്യക്തി അനുദപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അദ്ദേഹം കുമ്പസാരിച്ച്
അദ്ദേഹം നല്ല മരണത്തിനായിട്ട് ഒരുങ്ങി അദ്ദേഹം കടന്നുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഭൗതികമായ താല്പര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ OET പാസ്സാകാനും IELTS പാസ്സാകാനും വീട് വിറ്റുപോകാനും വീട് വാങ്ങിക്കുവാനും മക്കളുണ്ടാകാനും മക്കളുണ്ടാകാതിരിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് പല കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? നമ്മൾ വിഷാദത്തിലേക്ക് പോകുന്നു, നമ്മൾ നിരാശയിലേക്ക് പോകുന്നു. കർത്താവ് സുവിശേഷത്തിലൂടെ പറയുന്നുണ്ടല്ലോ, വിഷാദത്തിന് മൂന്നാമത്തെ ഒരു കാരണം പ്രത്യാശയില്ലാത്ത ഒരു അവസ്ഥയാണ്. കർത്താവ് സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ കർത്താവിനോട് വന്ന് ചോദിക്കുന്നുണ്ടല്ലോ, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അവനെല്ലാം പാലിക്കുന്നുണ്ട്. കർത്താവ് അവനോട് എന്താ പറയുന്നത്? നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക. കർത്താവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കണം. നീ എവിടെയായിരുന്നാലും ഏത് ജീവിതാവസ്ഥയിലായിരുന്നാലും നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കണം. പലപ്പോഴും സമ്പത്തിനോടുള്ള ഒരു അമിത ആവേശം, എത്ര കിട്ടിയാലും പോരാ, എത്ര സമ്പാദിച്ചാലും പോരാ, അങ്ങോട്ട് കൊടുക്കാനൊന്നുമില്ല, ഇങ്ങോട്ട് പോരട്ടെ, ഇങ്ങോട്ട് പോരട്ടെ. ഒരു തൂമ്പായി എടുത്ത് കിളച്ച് കഴിഞ്ഞാൽ തൂമ്പായി കൊള്ളുന്ന മണ്ണെല്ലാം നമ്മുടെ കാൽപാദത്തിലേക്ക് വീഴുന്നത് പോലെ എല്ലാം പോരട്ടെ പോരട്ടെ എന്ന് പറയുന്ന ഒരു മനോഭാവത്തിൽ ജീവിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ധനമോഹമാണ് എല്ലാ തിന്മയുടെയും അടിസ്ഥാന കേന്ദ്രമെന്നാണ് പറയുന്നത്. 1 തിമോത്തി 6-9 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിബന്ധിക്കുന്നു. എന്തെന്ന് ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ ബെജോറി പ്രത്യക്ഷപ്പെടുന്ന സമയങ്ങളെല്ലാം മിരിയാന പറയുന്നുണ്ട്, ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കേന്ദ്രം ദൈവമാണ്. ദൈവം കേന്ദ്രമല്ലാത്തടത്ത് ധനമോഹം കേന്ദ്രമാകുമ്പോഴാണ് വിഷാദങ്ങൾ വരുന്നതും നിരാശകൾ വരുന്നതും എല്ലാം. ലോകം മുഴുവൻ ആത്മഹത്യകൾ വരുമ്പോൾ, ഈ ആത്മഹത്യ ചെയ്യുമ്പോഴൊക്കെ സൈക്കോളജിയിലും സൈക്യാട്രിയിലും ഒക്കെ ഒരുപാട് നിർവചനങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിലും ലോകം മുഴുവനിലും അതിൻ്റെ ഒരു പൈശാചി അരൂപി പ്രവർത്തിക്കുന്നുണ്ട്. ഡൊമിനിക്കച്ചൻ എന്ന് പറഞ്ഞതുപോലെ ഒരു പൈശാചി ശക്തി ലോകം മുഴുവൻ കുടുംബങ്ങളിലും എല്ലായിടത്തും വ്യാപരിക്കുന്നുണ്ട്. ഈ ആത്മീയ കൃപയിൽ നിൽക്കുമ്പോൾ ഈ 40 ദിവസത്തെ ശുശ്രൂഷയിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നതും ഇങ്ങനെയുള്ള തിന്മയുടെ അരൂപികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തിന്മയുടെ അരൂപികളെ മുഴുവൻ നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ നമ്മുടെ കുടുംബത്തെ ആ പാപത്തിൻ്റെ ചങ്ങല, സാത്താൻ്റെ ചങ്ങല, സാത്താൻ്റെ ആധിപത്യങ്ങൾ തറക്കപ്പെടുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും നിരാശയുടെ കാരണമായിട്ട് പറയുന്നത് അസംതൃപ്തിയാണ്. എത്ര ഉണ്ടായാലും ആരൊക്കെ ഉണ്ടായാലും എങ്ങനെയൊക്കെ ഉണ്ടായാലും നമ്മൾ അസംതൃപ്തരാണ്. സംതൃപ്തിയില്ലാത്ത ജീവിതത്തിന് ഒരിക്കലും പിടിച്ച് നിൽക്കാൻ സാധിക്കില്ല. പ്രിയമുള്ളവരെ, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വചനം ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവൻ ഭാഗ്യവാൻ എന്നാണ് പറയുന്നത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ദാരിദ്ര്യത്തിൽ ജീവിച്ചു എന്നാണ്. അബ്രാഹം ഈ ദേശം മുഴുവൻ പോയത് എങ്ങനെയാണ് പോയത്? എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പോയി. മോശ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പോയി. പരിശുദ്ധ അമ്മ ദൈവപുത്രനെ സ്വീകരിച്ചത് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സ്വീകരിച്ചു. ഔസേപ്പ് പിതാവ് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. അച്ഛൻ്റെ ഒരു ചെറിയ ഒരു അനുഭവം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സന്തോഷം ബ്രദറിനോട് സൂചിപ്പിക്കുകയുണ്ടായി, അച്ഛൻ്റെ പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ആഴമേറിയ ഒരു ബന്ധം ഒന്ന് പറയാവോ എന്ന്. ഞാൻ ഒരുപാട് പ്രയാസങ്ങളിലൂടെ, വേദനകളിലൂടെ, വിഷമങ്ങളിലൂടെയൊക്കെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ആരംഭ കാലഘട്ടങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നുപോയപ്പോൾ പരിശുദ്ധ അമ്മ എപ്പോഴും സന്ദർശിക്കുന്ന ഒരു വൈദികനെ എനിക്ക് നല്ലൊരു ആത്മീയ ഗുരുവായിട്ട് കിട്ടി. അച്ഛൻ എന്നോട് പറയുകയുണ്ടായി, ദൈവം അച്ഛനെ വിളിച്ചിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രവാചകനാകാനാണ്. അതുകൊണ്ട് ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി, ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, മനുഷ്യ മക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി അച്ഛൻ നന്നായിട്ട് പ്രാർത്ഥിക്കണം. എന്നോട് പറഞ്ഞു, അച്ഛൻ നമ്മളെ കോതമംഗലം രൂപതയിലുള്ള ഡിവൈൻ മേഴ്സി ശ്രൈനിൽ പോയി പ്രാർത്ഥിക്കണം.
അങ്ങനെ ഞാൻ ആ ശ്രൈനിൽ പോയി ഒരു 2 ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ, അവിടെ ബലിയർപ്പിച്ചപ്പോൾ പരിശുദ്ധ അമ്മയെ നേരി കാണാൻ സാധിച്ചു എന്നുള്ളത്. പരിശുദ്ധ അമ്മയെ, വളരെ സുന്ദരിയായ പരിശുദ്ധ അമ്മയെ കണ്ടു. അതിനുശേഷം ഞാൻ പറയാറുണ്ട്, അതായത് മാതാവിൻ്റെ ഏത് രൂപം കണ്ടാലും, ഏത് പടം കണ്ടാലും ഞാൻ നോക്കും. പക്ഷേ മാതാവിനെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ രൂപവും പടവും ഒക്കെ ഒന്നുമല്ല. പരിശുദ്ധ അമ്മയോട് ചേർന്ന് മാതാവിൻ്റെ ജീവിതം ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കാനും തുടങ്ങിയപ്പോൾ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നവർ, സ്വർഗം തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തികൾക്കെല്ലാം എപ്പോഴും വേദനകൾ, പ്രയാസങ്ങൾ, സഹനങ്ങൾ, സന്തോഷപ്രദം ആദ്യം സൂചിപ്പിച്ച പോലെ വിക്ടിം സോൾസ് ആയിട്ടാണ് ജീവിക്കുന്നത്. ഞാൻ മെജോറി സന്ദർശിച്ചപ്പോഴും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ആ സ്ഥലം മുഴുവൻ ഒഴുകുന്ന കണ്ടു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, പരിശുദ്ധ അമ്മ ഞങ്ങളെ കൊണ്ടുപോവുക ചെയ്തത്. പ്രഭ എന്ന സഹോദരിയിലൂടെ ഞങ്ങൾ മെഡ്ജുഗോറി പോയപ്പോൾ അവിടെ ആ മെഡ്ജുഗോറി മുഴുവൻ, അവിടുത്തെ അപ്പാരിഷൻ ഹില്ലും ക്രോസ് മൗണ്ടനും മുഴുവൻ പരിശുദ്ധ അമ്മയുടെ എന്താ സവിശേഷമായ സാന്നിധ്യം, സന്തോഷപ്രദമൊക്കെ അവിടെ ഉണ്ടായിരുന്നതാണ്. ആ അപ്പാരിഷൻ ഹില്ലും അതുപോലെ തന്നെ ക്രോസ് മൗണ്ടനൊക്കെ പലതവണ ഞങ്ങൾ പരിഹാരം ചെയ്തുകൊണ്ട് കയറി. ആ കുന്ന് കയറണമെങ്കിൽ തന്നെ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ എടുക്കും. ഞങ്ങൾ ആദ്യം ഗ്രൂപ്പായിട്ടൊന്ന് കയറി. അതിനുശേഷം വീണ്ടും ഞാനും വേറെ ഒരു ജോയി ബ്രദറും ഒരു ബ്രദറും കൂടി 2ാം സഭയ്ക്ക് വേണ്ടി, ലോകം മുഴുവന് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അതിരാവിലെ തണുപ്പത്ത് ഞങ്ങൾ എഴുന്നേറ്റ് ആ മല കയറി പ്രാർത്ഥിക്കുകയുണ്ടായി. ഞാൻ ഓർക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ശുശ്രൂഷയെ, പ്രത്യേകിച്ച് ഇന്നലെ നമ്മുടെ ശുശ്രൂഷ ആദ്യം വന്നത് ബോസ്കോച്ചനാണ്. ബോസ്കോച്ചൻ ഒരുപാട് മലയൊക്കെ കയറി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ കോവിഡ് കാലഘട്ടത്തിലൊക്കെ അച്ഛൻ ഒരുപാട് കനകമല, അരുവിത്ര വലിച്ചമല, മലയാറ്റുമല എല്ലാം കയറി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് പരിഹാരം പ്രാർത്ഥിക്കുന്ന ഒരു അച്ഛനാണ് നമ്മുടെ ഈ ശുശ്രൂഷ 1ാമത്തെ ദിനം ചെലവഴിച്ചത്. അതോടൊപ്പം ഈ 2ാമത്തെ ശുശ്രൂഷയിൽ ഞാൻ സന്തോഷപൂർവ്വം എന്നോട് അച്ഛൻ്റെ അനുഭവമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ്, ഞാൻ എപ്പോഴും വേളാങ്കണ്ണിയിലൊക്കെ പോയി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിന് പ്രാർത്ഥിച്ചു. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി മണലെ മുട്ടയെ നീന്തും, കാലെല്ലാം പൊട്ടി ചോര ഇങ്ങനെ ഒഴുക്കുമായിരുന്നു. അപ്പം മലയാറ്റൂർ മല കയറി പ്രാർത്ഥിക്കുമ്പോഴും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, കർത്താവെ എത്ര ആത്മാക്കളെ നശിച്ചു പോകുന്നു, പിശാചിനെ കെണി കുടുങ്ങി, മനുഷ്യ മനസ്സ് ലോകത്തിൽ മുഴുകി, ലോകത്തിൻ്റെ ചൈതന്യത്തിൽ മുഴുകി, ദൈവത്തെ അല്ലെ ദൈവീക കാര്യങ്ങളെ ബാഹ്യമായ അനുഷ്ഠാനമായിട്ട് മാത്രം കണ്ടുകൊണ്ട് ജനം ജീവിക്കുമ്പോൾ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച്, നിത്യരക്ഷയെക്കുറിച്ച് ഉറപ്പില്ലാതെ പോകുന്നൊരവസ്ഥ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ മെജോറി പറയുന്നുണ്ട്, മാതാവ് ഒരു അവിശ്വാസിയെങ്കിലും, വിശ്വാസമില്ലാത്ത ഒരുവനെങ്കിലും ഈ ലോകത്ത് ഉണ്ടെങ്കിൽ അമ്മ കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കും. അമ്മ കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിലിപ്പോൾ മാതാവിൻ്റെ രക്തക്കണ്ണുനീര് പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്. നമുക്കൊരിക്കലും, അല്ലെങ്കിൽ മിരിയാനോട് പറയുന്നത്, നമുക്കൊരിക്കലും സങ്കല്പിക്കാനാകാത്ത വിധം പരിശുദ്ധ അമ്മ മക്കളെ സ്നേഹിക്കുന്നുണ്ട്. വഴിതെറ്റിപ്പോകുന്ന ഓരോരുത്തരെയും പ്രതി, ദൈവകൽപ്പനകൾ വിടുത്തമായി ജീവിക്കുന്ന ഓരോരുത്തരെയും പ്രതി അവൾ കരയുകയാണ്. അതുകൊണ്ട് ഒരിക്കൽ നിങ്ങൾ അവൾ കരയുന്നത് കാണുകയാണെങ്കിൽ അവളുടെ നിയോഗാർത്ഥം പ്രാർത്ഥിക്കാനായി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുമെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട്. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. 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 നമുക്ക് ഈ ഒരു ശുശ്രൂഷ നമ്മൾ പരിശുദ്ധ അമ്മോഴി റാണി ചേച്ചിക്ക് കൊടുത്ത 52 സന്ദേശങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാൻ പോകുമ്പോൾ വിഷാദഗ്രസ്തരും നിരാശരുമായ ആത്മാക്കൾ, നമുക്കെല്ലാം ഈ വിഷാദം ഉണ്ടാകാറുണ്ട്, നിരാശ ഉണ്ടാകാറുണ്ട്. പ്രാർത്ഥന, പരിഹാരം, അനുതാപം, പ്രായശ്ചിത്തം, ഇതായിരിക്കട്ടെ ഈ വിഷാദത്തിന്. ദൈവത്തെ ലക്ഷ്യം വെക്കാതെ ഒരു ജീവിതം നമുക്ക് വേണ്ട. വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യാളൻ പറയുന്നുണ്ടല്ലോ, എന്താണ് ജോൺ മരിയ വിയാനി പുണ്യാളൻ പറയുന്നത്? ഒരു കൊച്ചിനോട് പറയുന്നുണ്ട്, നീ എനിക്ക് ആർസിലേക്കുള്ള വഴി കാണിച്ചു തന്നാൽ നിനക്ക് ഞാൻ എങ്ങോട്ടുള്ള വഴി കാണിച്ചു തരും? എങ്ങോട്ടുള്ള വഴി കാണിച്ചു തരുന്നത്? സ്വർഗത്തിലേക്ക്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഒരു ശുശ്രൂഷ ഈ അന്തിമ കാലഘട്ടങ്ങളിൽ സ്വർഗം തിരഞ്ഞെടുത്ത ഈ ശുശ്രൂഷ, സ്വർഗം തിരഞ്ഞെടുത്ത അഭിഷേകത്തിൽ നടത്തുന്ന ഈ ശുശ്രൂഷ, അൽമാര് നടത്തുന്ന ശുശ്രൂഷ, പിതാക്കന്മാർ നടത്തുന്ന ശുശ്രൂഷ എന്താണ്? സ്വർഗത്തിലേക്കുള്ള ഒരു വഴി കാണിച്ചു തരികയാണ്. ഈശോയും സാത്താനും തമ്മിലുള്ള പോരാട്ടം വെളിപ്പെടുന്നൊരു കാലഘട്ടം. ഈ ശുശ്രൂഷക്കെതിരായിട്ട്
നരകശത്തിൽ ഒന്നടങ്കം ആഞ്ഞടിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ലോകത്തെല്ലായിടത്തും ഈ ശക്കീനിൻ്റെ ശുശ്രൂഷ കാണുന്നവരെല്ലാവരും ജപമാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടും ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടും, കർത്താവെ, ഇതൊരു വലിയ അടയാളമായിട്ട് ഈ കാലഘട്ടത്തിൽ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ വഴിയായിട്ട് നമ്മുടെ റാണി ചേച്ചിക്ക് നൽകിയ സന്ദേശം നമുക്ക് ശ്രവിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതേ തുടർന്ന് നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നതാണ്. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും, പ്രത്യേകിച്ച് സ്വർഗത്തിൻ്റെ ഈ വേദന, സ്വർഗത്തിൻ്റെ ഈ കണ്ണുനീര്, സ്വർഗത്തിൻ്റെ ഈ നിലവിളി, സ്വർഗം തിരഞ്ഞെടുത്ത ഈ മണിക്കൂറുകളെ, ഈ അഭിഷേകം ചെയ്യപ്പെട്ട മണിക്കൂറുകൾ, ഈ അഭിഷേകം ചെയ്യപ്പെട്ട ശുശ്രൂഷകൾ, പരിശുദ്ധ അമ്മ തിരഞ്ഞെടുത്ത ഈ ശുശ്രൂഷ, അമ്മയുടെ മണിക്കൂറുകൾ, അമ്മയുടെ നിമിഷങ്ങളായിട്ട് മാറിക്കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാം. കർത്താവ് നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അമ്മേ അമ്മേ അമലേ അമലേ മരിയേ ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. 1997 മാർച്ച് 24 അമ്മ പറഞ്ഞു, മക്കളെ, 1997 കരുണയുടെ വർഷമായി പ്രഖ്യാപിച്ചിരിക്കുന്നുവെങ്കിലും കരുണ ഈ വർഷത്തേക്ക് മാത്രമുള്ളതല്ല. കരുണയുടെ കാലാവധി നീട്ടിക്കിട്ടുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ഒരു പ്രത്യേക കാലയളവിൽ മാനസാന്തരപ്പെടുന്ന പാപികളല്ല ഈ ലോകത്തിലുള്ളത്. അർപ്പിതാത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. കാരണം സാത്താൻ എൻ്റെ തിരുക്കുമാരനെ വെല്ലുവിളിച്ചിരിക്കുന്നു. നിനക്ക് അർപ്പിതരായിരിക്കുന്നവരുടെ ആത്മാക്കളെ ആദ്യം എൻ്റെ വലയിൽ വീഴ്ത്തിയാൽ സാധാരണക്കാരെ വീഴ്ത്താൻ എളുപ്പമാണെന്ന് അവൻ പറയുന്നു. അതിനാൽ മക്കളെ, പ്രാർത്ഥിക്കുവിൻ, തീക്ഷ്ണമായി പ്രാർത്ഥിക്കുവിൻ, മുട്ടിന്മേൽ നിന്ന് ജപമാല ചൊല്ലുവിൻ. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം പരിശുദ്ധ അമ്മ നൽകുമ്പോൾ 153 മണി ജപമാണ് സമ്പൂർണ്ണ ജപമാലയായി അന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്നാണല്ലോ വീണ്ടും 5 ദിവ്യരഹസ്യങ്ങൾ കൂടെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയിലൂടെ നമുക്ക് ലഭിച്ചത്. ഈ സന്ദേശം നൽകുന്ന സമയത്ത് അമ്മ പറയുക, 153 മണി ജപമാണ് ഒരു പൂർണ്ണ ജപമാല. നിങ്ങൾ ജപമാല ചൊല്ലി പാപികളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുവിൻ. സ്വർഗം സന്തോഷിക്കുകയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യുന്നു. ജഡികത, ലൗകികത ഇവയിൽ നിന്ന് മാറി ദൈവികതയിൽ മനുഷ്യമക്കൾ വരാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഭൂമിയുടെ ചലനങ്ങളും ഉഗ്രകോപങ്ങളും നിങ്ങൾ കാണും. പ്രാർത്ഥന എന്ന ആയുധം, വചനമാകുന്ന ആയുധം നിങ്ങൾ ധരിക്കണം. പിശാച് ഉഗ്രകോപത്തോടെ നിങ്ങളുടെ ഇടയിൽ ഇറങ്ങിയിട്ടുണ്ട്. അവൻ്റെ പിടിയിൽ നിന്നും ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായി കരുണയ്ക്കായും പ്രാർത്ഥിക്കുക. മനുഷ്യൻ തന്നെയാണ് അവന് തിന്മ വരുത്തി വയ്ക്കുന്നത്. ഉറയൂരിയ വാൾ കൊണ്ടോ കുതിരപ്പടയാളികൾ കൊണ്ടോ നാശത്തെ എതിർക്കുവാൻ സാധിക്കുകയില്ല. നിങ്ങൾ ഇത് കേട്ട് പരിഭ്രമിക്കുകയോ ഭയവിഹുലരാകുകയോ വേണ്ട. കരുണയ്ക്കായി പ്രാർത്ഥിക്കുവിൻ. കരുണയുടെ അമ്മ, ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മ നമ്മളോട് പറയുക, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ മക്കളെ എന്ന്. വാൾ കൊണ്ട് യുദ്ധങ്ങൾ നടത്തിയിട്ടോ കുതിരപ്പടയാളികളുടെ വേഗത്തിൽ നാശത്തെ മനുഷ്യരിലേക്ക്, ലോകത്തിലേക്ക് കൊണ്ടുവന്നതുകൊണ്ടോ ലോകം വെട്ടിപ്പിടിച്ചതുകൊണ്ടോ സമാധാനം ആർക്കും ഒരിക്കലും ലഭിക്കില്ല. ഒരു രാഷ്ട്രത്തിന് ലഭിക്കില്ല, ഒരു രാഷ്ട്രീയ അധികാരികൾക്കും ലഭിക്കില്ല, സഭയ്ക്ക് ലഭിക്കില്ല, കുടുംബങ്ങൾക്ക് ലഭിക്കില്ല, സമർപ്പിതർക്ക് ലഭിക്കില്ല. സമാധാനത്തിനുള്ള ഏകമാർഗം ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച്, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, കരുണയാകാനുള്ള വിളി സ്വീകരിച്ച്,
കരുണയേകി സ്നേഹിച്ച് ജീവിക്കുമ്പോഴാണ് അതിന് നമുക്ക് കരുത്തേകുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന 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 എന്ന് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയായി തീർന്നൊരു അമ്മയുടെ വാക്കുകളാണിത്. ഇതെൻ്റെ വാക്കുകളല്ല, എൻ്റെ ഒരു വാക്കുപോലും ഇതിൽ വരരുതേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അമ്മ പറയുന്നു, മക്കളെ പ്രാർത്ഥിക്ക്, മക്കളെ പ്രാർത്ഥിക്ക്. പ്രാർത്ഥിക്കുമ്പോൾ അർത്ഥനകൾ സ്വീകരിക്കാൻ നോക്കിയിരിക്കുന്ന തമ്പുരാൻ്റെ ഉള്ളം തുറന്ന് ലോകത്തിലേക്ക് വർഷിക്കപ്പെടുന്ന സ്നേഹത്തിൻ്റെയും കരുണയുടെയും അഭിഷേകത്തിൻ്റെയും ഉറവയുടെ ആധിക്യം എന്താണെന്ന്, കൃപ എന്താണെന്ന് അറിഞ്ഞ കൃപ നിറഞ്ഞ അമ്മ നമ്മളോട് വീണ്ടും വീണ്ടും പറയുന്നു, മക്കളെ പ്രാർത്ഥിക്ക്, പ്രാർത്ഥിക്ക്, അർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. അമ്മയ്ക്ക് എന്തൊരു ഇഷ്ടമാണെന്നോ വൈദികരെയും സിസ്റ്റേഴ്സിനെയും. അവർ വൈദിക ജീവിതത്തിലേക്കും സമർപ്പണ ജീവിതത്തിലേക്കും ആദ്യമായി കാലെടുത്ത് വെച്ച നിമിഷത്തിലെ സ്വർഗത്തിലെ സന്തോഷം അമ്മ പലപ്പോഴും മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കാലിടറുമ്പോഴുള്ള സ്വർഗത്തിലെ ദുഃഖവും മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് പറയുക, സാത്താൻ്റെ വെല്ലുവിളിയെക്കുറിച്ച് അമ്മ പറഞ്ഞില്ലേ? ഈശോയോട് സാത്താൻ വെല്ലുവിളിച്ചിരിക്കുന്നു, നിനക്ക് അർപ്പിതരായിരിക്കുന്നവരെ ആദ്യം വലയിൽ വീഴ്ത്തിയാൽ സാധാരണ മക്കളെ വീഴ്ത്താൻ എളുപ്പമാണെന്ന് അവൻ തുറന്നു പറഞ്ഞിരിക്കുക. അവൻ തുറന്നു പറഞ്ഞാലും ഇല്ലെങ്കിലും ഈശോയുടെ മക്കൾ വീഴാൻ അമ്മ ആഗ്രഹിക്കുന്നില്ല, ഈശോ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് കരുത്തേകേണ്ടത് പ്രാർത്ഥനയാണ്. അമ്മ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് വണ്ണം പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. സാത്താനെതിരെ പടപൊരുതുക പരിശുദ്ധ അമ്മ ഈ ലോകത്തായിരിക്കുമ്പോൾ തന്നെ അമ്മയ്ക്ക് കരുത്തേകുന്നു വ്രതം സ്വീകരിച്ചുകൊണ്ട്. കന്യാവ്രതം, അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം, ഈ വ്രതങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് വൈദികരും സിസ്റ്റേഴ്സും സമർപ്പണ ജീവിതത്തിൻ്റെ ആവൃത്തിയിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹവും വിളിച്ചവനോട് വിശ്വസ്തത പുലർത്താനുള്ള അവരുടെ സമർപ്പണവും കണ്ട് അമ്മ അവരെയൊക്കെ ചേർത്ത് പിടിച്ചിട്ട് അവരൊക്കെ അമ്മയോടുകൂടെ മുൻനിരയിൽ നിന്ന് ഈ ലോകത്തെ കീഴ്പ്പെടുത്തുന്ന പാപത്തെ ലോകത്തിലേക്ക് കൊണ്ടുവരുന്ന പിശാച്ചിനെ അടിച്ചമർത്താൻ നിരന്തരം അക്ഷീണം രാത്രിയും പകലും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഒരു പ്രാവശ്യം പരിശുദ്ധ അമ്മ കാണിച്ചു തന്നു. ആ മുൻനിരയിൽ നിൽക്കുന്നവരുടെ പുറകിൽ നമ്മളൊക്കെയുണ്ട്. സ്വർഗം ലഭിക്കാനുള്ള ആഗ്രഹത്തിലാണ് നമ്മളൊക്കെ ഈ ലോകത്ത് യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. എന്നാൽ പാപത്തിൻ്റെ വശീകരണങ്ങൾ മിന്നാമിനുങ്ങ് വെട്ടങ്ങളായിട്ട്, ശാരീരിക സുഖമായിട്ട്, സുഖലോലുപതയായിട്ട്, വിശ്രമമായിട്ട്, അലസതയായിട്ട്, നേരം പോക്കായിട്ടൊക്കെ മാധ്യമങ്ങളിലൂടെ അല്ലാതെയൊക്കെ കടന്നു വരുന്നതിൻ്റെ മുൻപിൽ കണ്ണുടക്കി കഴിഞ്ഞപ്പോൾ മനസ്സുടക്കി കഴിഞ്ഞപ്പോൾ ജീവിതമുടക്കി. ഉടക്കിയ ജീവിതത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ വരുമ്പോൾ പിശാച്ച് പിടിമുറക്കുന്നു. മുൻനിരയിലുള്ള സമർപ്പണത്തിൻ്റെ പ്രിയപ്പെട്ട മക്കൾ, സമർപ്പിതരായ മക്കൾ വീഴുന്നത് കണ്ട് സാത്താൻ കൈയടിച്ച് സന്തോഷിക്കുമ്പോൾ ഭയവിഹുലരായി ദൈവജനം ഓടുകയാ. അടയ്ക്കപ്പെടുന്ന ദേവാലയങ്ങളും ഉണരാത്ത ദൈവമക്കളും സ്വർഗത്തിൻ്റെ വേദനയായി തീരുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ പറയാ, മക്കളെ സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കേ. ഇത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ബഹുമാനപ്പെട്ട അച്ഛ അല്ലെങ്കിൽ സിസ്റ്ററെ ഓർക്കരുതേ, നിങ്ങളെ കുറ്റം വിധിക്കുകയാണെന്നോ ഒന്നുമല്ല. നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി. സ്വർഗത്തെ ലോകത്തിലേക്ക് തുറക്കുന്ന താക്കോലാണ് വൈദികനെന്ന് പരിശുദ്ധ അമ്മ പഠിപ്പിച്ചപ്പോൾ മുതൽ കണ്ണുനീരോടെ ത്യാഗങ്ങൾ സഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം വൈദികർക്ക് തുണയായിട്ടുണ്ട്. ലോകത്തിൻ്റെ മായാസുഖങ്ങളിൽ പെട്ടുപോകരുതേ എന്നുള്ളത് എൻ്റെ ആഗ്രഹം മാത്രമല്ല, പരിശുദ്ധ അമ്മയുടെ ആഗ്രഹമാണ്. വിളിച്ചവൻ വിശ്വസ്തനാണെങ്കിൽ വിളി കേട്ടവർ വിശ്വസ്തരായിരിക്കുമെന്ന് അമ്മ വിശ്വസിക്കുന്നു ഇന്നും. അതുകൊണ്ട് ആ പാവപ്പെട്ട മക്കളെ ഉണർത്തി പ്രാർത്ഥിക്ക് മക്കളെ എന്ന് പറയുന്നത്. ഒരു വൈദികൻ, ആ വൈദികൻ്റെ ജീവിതം അൾത്താരയോട് ബന്ധിച്ചിട്ടിരിക്കുകയാണെങ്കിൽ, ഒരു സമർപ്പിത ആ മകളുടെ ജീവിതം ദിവ്യകാരുണ്യനാഥനോട്, പ്രിയ മണവാളനോട് ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ കുരുക്കഴിച്ചു മാറ്റാൻ, ആ ബന്ധിച്ച ചരടഴിച്ചു മാറ്റാൻ ആർക്കും സാധിക്കില്ല. എവിടെ പ്രാർത്ഥനയുടെ ജീവിതത്തിന് മന്ദത വന്നിട്ടുണ്ടോ അവിടെ സ്വർഗത്തിൻ്റെ കണ്ണിയുമായിട്ടൊരു അകൽച്ച വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. പ്രാർത്ഥിക്കണം.
പരിശുദ്ധ അമ്മ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുള്ളത്, വേറെ പല ശുശ്രൂഷകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കർമ്മജ്വരം ബാധിച്ച് മക്കൾ ഓടി നടക്കുന്നു, പ്രാർത്ഥിക്കാൻ മക്കളില്ലാതായിരിക്കുന്നു. ദൈവത്തിൻ്റെ ചൂടേൽക്കാൻ, ദിവ്യകാരുണ്യത്തിൻ്റെ ചൂടേറ്റ് ആ ചൂടിൽ നിന്നുള്ള അഗ്നിയുടെ ചൂട് ലോകത്തിന് കൊടുക്കാൻ ഒരു സമർപ്പിതയ്ക്കും ഒരു വൈദികനും ഒരു അൽമായനും സാധിച്ചില്ലെങ്കിൽ ചാരമല്ലേ ലോകം? എവിടെ ജീവനുണ്ട്? ജീവൻ തന്നവൻ്റെ സന്നിധിയിൽ നോക്കി, ജീവദാതാവിനെ നോക്കി നമുക്കുമായിരിക്കാം പ്രാർത്ഥനയോടെ. പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. കരുണ ചൊരിയണമേ, കരുണ വർഷിക്കണമേ. ലോകം മുഴുവനെയും അവിടുത്തെ കരുണക്കടലിൽ ഞങ്ങൾ മുക്കുന്നു. കർത്താവേ, കൃപ ചൊരിയണമേ, അഭിഷേകം പകരണമേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന ആരാധന, സ്തുതി ആരാധന ആരാധന, ആരാധന ആരാധന, സ്തുതി ആരാധന ആരാധന. പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന. കരങ്ങൾ ആഞ്ഞു വീശിക്കൊണ്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന. ആരാധന ആരാധന, സ്തുതി ആരാധന ആരാധന, ആരാധന ആരാധന, സ്തുതി ആരാധന ആരാധന. പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന. പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന. ഇരുകരങ്ങളും ഉയർത്തി വിളിക്കുന്നു, യേശുവേ യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, ശുശ്രൂഷയെ സമർപ്പിക്കുന്നു, ലോകം മുഴുവൻ സമർപ്പിക്കുന്നു. കർത്താവായ ഈശോയെ, അന്തിമ യുഗത്തിന് വേണ്ടി, യുഗാന്ത്യത്തിന് വേണ്ടി ഒരുക്കുന്ന ശുശ്രൂഷകൾ സമർപ്പിക്കുന്നു. ലോകം മുഴുവൻ ദിവ്യകാരുണ്യത്തിന് ശക്തി ആഭരിക്കട്ടെ, ദിവ്യകാരുണ്യ അത്ഭുത ശക്തി ആഭരിക്കട്ടെ. കർത്താവായ ഈശോയെ, ലോകം മുഴുവൻ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആത്മാവിൽ ഉണർവോടുകൂടി ദേവാലയം അടയ്ക്കപ്പെടുമ്പോഴും വിശ്വാസികൾ ഉണർവില്ലാതിരിക്കുമ്പോഴും കർത്താവെ, ലോകം മുഴുവൻ ഉണർവ് കത്തിപ്പടരുവാനായിട്ട്, പരിശുദ്ധാത്മ ശക്തി കത്തിപ്പടരുവാനായിട്ട്, പരിശുദ്ധാത്മൻ അഭിഷേകം കത്തിപ്പടരുവാനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ആരാധന 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 ആരാധന. ജനലക്ഷങ്ങളെ ഉണർത്തണമേ, പ്രചോദിപ്പിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ഈശോ എന്നെ തൊടണേ, എന്റെ ഈശോ എന്നെ തൊടണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോ ലോകം മുഴുവനെ സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷ 40 ദിവസത്തെ സമർപ്പിക്കുന്നു. ഇത് സംബന്ധിക്കുന്ന എല്ലാ ദൈവ മക്കളെ സമർപ്പിക്കുന്നു, എല്ലാ അഭിവന്യ പിതാക്കന്മാരെ സമർപ്പിക്കുന്നു, എല്ലാ പുരോഹിതരെ സമർപ്പിക്കുന്നു, എല്ലാ സന്യസ്തരെ സമർപ്പിക്കുന്നു, എല്ലാ കുടുംബ ജീവനക്കാരെ സമർപ്പിക്കുന്നു, എല്ലാ യുവതി യുവാക്കന്മാരെ സമർപ്പിക്കുന്നു. കർത്താവേ, പരിശുദ്ധ അമ്മയോട് രക്ത കണ്ണുനീരോട് ചേർത്ത് സമർപ്പിക്കുന്നു.
ഈശോയുടെ തിരുവിലാവിൽ ഒരിക്കൽ തിരുരക്തത്തോട് ചേർത്ത് സമർപ്പിക്കുന്നു കർത്താവേ. അവിടുത്തെ തിരിച്ചോരയോട് ചേർത്ത് സമർപ്പിക്കുന്നു കർത്താവേ. തിരുരക്ത അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 കർത്താവായ ഈശോയെ, ഞങ്ങളെ കരുണയുടെ വക്താക്കളാകണമെന്ന്, കരുണയായിട്ട് മാറണമെന്ന് ദൈവികാരുണ്യം കേന്ദ്രീകരിച്ചുകൊണ്ട് ദൈവികാരുണ്യ നാഥയുടെ സഹായത്താൽ, പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ കർത്താവായ ഈശോയെ ലോകം മുഴുവനെയും ഈ ശുശ്രൂഷകളെ സമർപ്പിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഞങ്ങൾ സമർപ്പിക്കുകയാണ് കർത്താവെ. ഈ ശക്കീന ശുശ്രൂഷകളെയും ഈ ശുശ്രൂഷ നടത്തുന്ന ഈ സ്ഥലത്തെയും ഇതിൻ്റെ ചുറ്റുപാടുകളെയും ഇതിൻ്റെ ഈ ദേശത്തെ മുഴുവൻ പരിശുദ്ധ അമ്മയുടെ നീല അങ്കിക്കുള്ളിൽ പൊതിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനുള്ളിൽ പൊതിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ തിരുരക്തം കൊണ്ട് പൊതിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഈശോയെ, പുരോഹിതന്റെ ജീവിതം ബലിപീഠമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നും സന്യസ്ത്ര ജീവിതം ദൈവികാരുണ്യമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നും പരിശുദ്ധ അമ്മ വഴി ഞങ്ങളുടെ സഹോദരി വഴി നൽകിയ സന്ദേശം ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈശോയെ ഈ ദൈവികാരുണ്യ ആരാധനയിലേക്ക് ലോകം മുഴുവനുള്ള എല്ലാ പുരോഹിതരെ സമർപ്പിക്കുന്നു. പരിശുദ്ധ പിതാവിനെ സമർപ്പിക്കുന്നു. അഭിനന്ദ കർദിനാൾമാരെ സമർപ്പിക്കുന്നു. മെത്രാന്മാരെ സമർപ്പിക്കുന്നു. ലോകം മുഴുവൻ, സഭ മുഴുവനെ സമർപ്പിക്കുന്നു. പുരോഹിത സന്യസ്തരെ സമർപ്പിക്കുന്നു. വിശ്വാസികളെ സമർപ്പിക്കുന്നു. ആത്മായ പ്രേക്ഷകരെ സമർപ്പിക്കുന്നു. ഈ 40 ദിവസങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരും സമർപ്പിക്കുന്നു. ഈശോയെ, അവിടുത്തെ ശക്തമായ ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമാരുടെ ശക്തി ആപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന് നിലവിളിക്ക് പ്രത്യുത്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന് നിലവിളിക്ക് ഒരു മറുപടിയായിട്ട് ഈ അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ സാത്താൻ കുരുക്കിയിട്ടിരിക്കുന്ന, ദൈവമക്കളുടെ മനസ്സിനെ ബന്ധിച്ചിട്ടിരിക്കുന്ന ഈ ലോകത്തിന് അരൂപി കർത്താവായ ഈശോയെ, ഈ ആരാധനയുടെ സമയത്ത് കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, സ്വർഗത്തിലേക്ക് കണ്ണും നട്ടുകൊണ്ട്, സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് ഈ ദൈവമക്കളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ തിന്മയുടെ അരൂപികള് കർത്താവായ ഈശോയുടെ നാമത്തിൽ ഇപ്പോൾ ബന്ധിക്കപ്പെടട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, കുടുംബങ്ങൾക്ക് അത്ഭുത ശക്തി ആപരിക്കട്ടെ. കർത്താവേ, പരിശുദ്ധാത്മയുടെ ശക്തി ആപരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ ശക്തി ആപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മെ സ്നേഹത്തോടെ വിളിക്കാം ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കെട്ടുകളെല്ലാം പൊട്ടട്ടെ യേശുവിൻ നാമത്തിൽ. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ യേശുവിൻ നാമത്തിൽ. സാത്താൻ കോട്ടകൾ തകരട്ടെ, സാത്താൻ ബന്ധിതനാകട്ടെ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. സാത്താൻ കോട്ടകൾ തകരട്ടെ, സാത്താൻ ബന്ധിതനാകട്ടെ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ അടിച്ചുകൊണ്ട് ഹല്ലേലൂയ, 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 കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, ഈ ശുശ്രൂഷകളെ മുഴുവൻ സമർപ്പിക്കാൻ ഒരിക്കൽ കൂടി സ്വർഗം ഏറ്റെടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ഈശോയെ, ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ മുഴുവൻ അവിടുന്ന് ഏറ്റെടുക്കണമേ പ്രാർത്ഥിക്കുന്നു.
ഈ യുഗാന്ത്യ ശുശ്രൂഷ ലോകം മുഴുവൻ പ്രാർത്ഥനയോട് സ്പർശിക്കപ്പെടാനുള്ള ശുശ്രൂഷ, ലോകത്തെ മുഴുവൻ ആത്മാക്കളെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥകളിൽ മോചനം കൊടുക്കുവാൻ, കുടുംബങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥകൾ മോചനം കൊടുക്കുവാൻ, പൗരോഹിത്യ സന്യസ്തയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന മേഖല മോചനം കൊടുക്കുവാനായിട്ട് കർത്താവായ ഈശോയെ ഈ ശുശ്രൂഷകൾക്കെതിരായിട്ട്, ഈ ശുശ്രൂഷയ്ക്കെതിരായിട്ട്, ഈ ആലയത്തിനെതിരായിട്ട് ഓർത്തുന്ന എല്ലാ തിന്മയുടെ ശക്തികളെ, എല്ലാ തിന്മയുടെ അരൂപികളെ, എല്ലാ പൈശാചി അരൂപികളെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ വ്യാപരിക്കുന്ന, കുടുംബ ജീവിതം നയിക്കുന്നവർ വ്യാപരിക്കുന്ന, ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ വ്യാപരിക്കുന്ന എല്ലാ തിന്മയുടെ അരൂപികളെയും, സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ മേഖലകളെയും, എല്ലാ അന്ധകാര ശക്തികളെയും, ദുർസേനാ വലയങ്ങളെയും, പൈശാചി ശക്തികളെയും, പൈശാചി ബന്ധനങ്ങളെയും, നാരിക ശക്തിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും, ലൂസിഫറിന്റെ എല്ലാ അരൂപികളെയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാല് പരിശുദ്ധ പിതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട്, അഭിയന്തി പിതാക്കന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട്, ആണ്ടസ് പിതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട്, ടോണി പിതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട്, അഭിയൻ ജോസഫ് കല്ലങ്ങാട്ടി പിതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട്, ആലഞ്ചേരി പിതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട്, ക്ലീമിസ് പാവയോട് ചേർന്ന് നിന്നുകൊണ്ട്, അഭിയൻ ജോസഫ് കളത്തിപ്പറമ്പ് പിതാവിനോട് ചേർന്നുകൊണ്ട്, അപ്പോസ്തലിക കൂട്ടായ്മയിൽ ചേർന്ന് നിന്നുകൊണ്ട്, ഈശോയുടെ നാമത്തിലും ഈശോയുടെ രക്തത്താലും എഫേസസ് 6:16 മുതൽ തിരുവചന ശക്തിയാല്, റോമ 16:20 തിരുവചന ശക്തിയാല്, ലൂക്ക 10:19 വചനത്തിന് ശക്തിയാല്, മത്തായി 16:18 ശക്തിയാല്, ഈശോയുടെ നാമത്തിലും വിശുദ്ധ കുരിശിന്റെ ശക്തിയാല് എല്ലാ തിന്മയുടെ ശക്തികളെയും, അന്ധകാര ശക്തികളെയും, പൈശാചി ശക്തികളെയും, നാരിക ശക്തികളെയും പൗരോഹിത്യ അധികാരം ഉപയോഗിച്ചുകൊണ്ടും ഈശോയുടെ നാമത്തിൽ ഈ ആലയത്തിൽ നിന്നും, ഈ ശുശ്രൂഷകളിൽ നിന്ന്, ഈ ശുശ്രൂഷകരിൽ നിന്ന്, ഈ ശുശ്രൂഷക്കെതിരെ നിലകൊള്ളുന്ന എല്ലാ തിന്മയുടെ അരൂപികളെയും, ഇത് കാണുന്ന എല്ലാ ദൈവമക്കളിൽ നിന്നും, കുടുംബങ്ങളിൽ നിന്നും പൈശാചി ബാധകളും, പൈശാചി പീഡകളും, പൈശാചി രോഗങ്ങള്, ആക്രമണ ശക്തികള്, നാരികീയ ശക്തികള്, എതിർ പ്രാർത്ഥനകള്, എതിർ പൂജകള്, അന്ധകാര പൈശാചി ശക്തികള് ഈശോയുടെ നാമത്തില്, നസ്രാണി ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, നിർവീര്യമാക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ, പരിശുദ്ധമായ ശക്തി കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, ലോകം മുഴുവൻ വ്യാപരിക്കട്ടെ, ഈ ആലയം മുഴുവൻ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയുടെ നാമത്തിൽ വിടുതൽ, വിടുതൽ, ലോകം മുഴുവൻ വിടുതൽ, കുടുംബങ്ങൾക്ക് വിടുതൽ, ശുശ്രൂഷകൾക്ക് വിടുതൽ, ശുശ്രൂഷകർക്ക് വിടുതൽ, അഭിഷേകത്തിന് അഗ്നി വ്യാപരിക്കട്ടെ ഈശോയെ. പരിശുദ്ധമായ ശക്തി കത്തി പടരട്ടെ ഈശോയെ. സാത്താൻ ബന്ധിതനാകട്ടെ യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഒറ്റ വിളി യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിനെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, കൈകൾ അടിച്ചുകൊണ്ട് ആർത്തുപാടി സ്തുതിക്കാം. വീട്ടിലായിരിക്കുന്നത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുക. ദിവ്യാണി നാഥന് മുമ്പിൽ ആയിരിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. കർത്താവെ, കർത്താവ് ഈശോയെ ശുശ്രൂഷയിലൂടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവം മക്കളിലേക്ക് അവിടുത്തെ കരുണ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ കൃപ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, കൃപയുടെ മണിക്കൂറുകളാക്കി ഇത് മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നു, കൃപയുടെ ശുശ്രൂഷയാക്കി ഇത് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, അടഞ്ഞു കിടക്കുന്ന പള്ളികളെല്ലാം തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, കൃപയുടെ മണിക്കൂറുകൾ കൃപയുടെ അഭിഷേകമാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ ഫാത്തിമയായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദൂതൻ പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലി നിരാശരായി കഴിയുന്നവർ, വിഷാദഗ്രസ്തരായി കഴിയുന്നവർ, ദുഃഖിതരായി കഴിയുന്നവർ, അഹങ്കാരികളായി കഴിയുന്നവർ, ഗർവിഷ്ഠരായി കഴിയുന്ന ആത്മാക്കൾക്ക് വേണ്ടി സമർപ്പിക്കാം. ഈശോയെ, ഞങ്ങളിത് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പലതവണ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഇത് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട്, പലതവണ ഞങ്ങളുടെ സന്യാസ ഭവനങ്ങളിൽ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട്, പലതവണ ഞങ്ങളുടെ ദേവാലയങ്ങളിൽ ഞങ്ങളുടെ വൈദികർ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് ഈശോയെ ഈ മണിക്കൂറിൽ, ഈ നിമിഷത്തിൽ കർത്താവെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവജനത്തെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ദേശത്തെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്, കുടുംബത്തെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ദേശത്തെ എല്ലാ തിന്മയുടെ അരൂപികൾ ഇപ്പോൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന്
മാലാഖ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കിപ്പോൾ ദിവ്യാന സന്നിധി പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. നമുക്ക് പ്രിയമുള്ളവരെ, നമുക്ക് ഈ പ്രാർത്ഥന സാധിക്കുന്ന വിധത്തിലെല്ലാം ഹൃദയത്തിൽ ഒരു സുഹൃത ജപം പോലെ ഇച്ചിരി ദൈർഘ്യമുള്ളതാണെങ്കിൽ തന്നെയും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, ലോകം മുഴുവൻ രക്ഷിക്കപ്പെടാനായിട്ട്, ലോകം മുഴുവൻ ദൈവത്തിലേക്ക് തിരിയുവാനായിട്ട്, ഈ കാലഘട്ടത്തിന് ഒരു അടയാളമായിട്ട് ഈ ശുശ്രൂഷ മാറപ്പെടാനായിട്ട്, സ്വർഗം ഏറ്റെടുത്ത ശുശ്രൂഷ, സ്വർഗത്തിൻ്റെ ശുശ്രൂഷ, സ്വർഗം അഭിഷേകം ചെയ്യുന്ന ശുശ്രൂഷ, തിന്മയുടെ ശക്തികൾ കോലാഹലങ്ങൾ ഉണ്ടാക്കി ഇളകി വരുമ്പോഴും അതെല്ലാം ഈശോയെ ഇന്നത്തെ ഈ ദിവികാരുണ്യ ആരാധനയുടെ ഒരു ആശീർവാദം വഴിയായിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെ നാമത്തിൽ ഈ ദീപികാരുണ്യം ഉയർത്തി കർത്താവായ ഈശോയെ ആരാധനയുടെ വാഴ്വ് കൊടുക്കുമ്പോൾ ദൈവജനം, കർത്താവെ, അവിടുത്തെ കുടുംബങ്ങൾ സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന മേഖലകളിൽ നിന്നെല്ലാം ഈശോയെ വിടുതലുണ്ടാകട്ടെ. ഈ ആലയത്തിന് വിടുതലുണ്ടാകട്ടെ. ഇവിടുത്തെ ശുശ്രൂഷകൾക്ക് വിടുതലുണ്ടാകട്ടെ. ഇവിടെ വരുന്ന ശുശ്രൂഷകൾക്ക് വിടുതലുണ്ടാകട്ടെ. ഇവിടെ കുടുംബങ്ങൾക്ക് വിടുതലുണ്ടാകട്ടെ. ലോകം മുഴുവൻ വിടുതലുണ്ടാകട്ടെ. കർത്താവായ ഈശോയെ, ഈ 40 ദിവസത്തെ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവായ ഈശോയെ, അവിടത്തേക്ക് വേണ്ടി ഈശോയെ മാത്രം സ്വന്തമാക്കാനായിട്ട്, ഈശോയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട്, ഏകലോക ജീവിതം നശ്വരമാണെന്നും അത് കുറച്ച് കാലത്തേക്ക് ഉള്ളുന്നുവെന്നും പരലോക ജീവിതത്തിലാണ് നിത്യമായിട്ട് സദാകാലം മാലാഖമാരുടെ ഒത്ത് ഹല്ലേലൂയ പാടിപ്പുകഴ്ത്തുന്നത് പോലെ ഈശോയെ ഞങ്ങൾ സ്വർഗത്തിൽ എത്തിച്ചേർന്നുകൊണ്ട്, ആ സ്വർഗത്തിൻ്റെ അഭിഷേകത്തിൽ നിന്നുകൊണ്ട്, പരിശുദ്ധാമൻ്റെ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് കർത്താവെ ഞങ്ങളും അവിടുത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഈ 40 ദിവസത്തെ ശുശ്രൂഷ ഈശോയെ 40 ദിവസം പൂർണ്ണമായിട്ട് സംബന്ധിക്കുമെന്ന്, 40 ദിവസം ഞങ്ങൾ പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുമെന്ന്, അതിനുശേഷം വീണ്ടും ഞങ്ങൾ പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുമെന്ന്. അങ്ങനെ കുടുംബം കർത്താവാൽ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയമുള്ളവർ, ഈ ദിവികാരുണ്യ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ശുശ്രൂഷ കുടുംബങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട്, പുരോഹിതരെ ലക്ഷ്യം വെച്ചുകൊണ്ട്, സന്യസ്തരെ ലക്ഷ്യം വെച്ചുകൊണ്ട്, യുവജനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി ഒരു സൈന്യം രൂപപ്പെടുത്തുവാനായിട്ട്, വിശുദ്ധി കൂടാതെ ദൈവത്തെ കാണാൻ സാധിക്കില്ല. വിശുദ്ധമായ കാര്യങ്ങൾ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായി തീരുമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നത് പോലെ ഈശോയെ വിശുദ്ധിയിൽ നിന്നുകൊണ്ട് ഈ 40 ദിവസം ഈ ശുശ്രൂഷ ഞങ്ങൾ മുടങ്ങാതെ കാണുമെന്നും, ഈശോയ്ക്ക് വേണ്ടി കൊച്ചു കൊച്ചു പരിത്യാഗങ്ങൾ ഇന്നലെ കേട്ടതുപോലെ ഞങ്ങൾ ചെയ്തുകൊണ്ടും, ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടിക്കൊണ്ടും, ആയിരങ്ങളെയും 10,000-ങ്ങളെയും കർത്താവെ ഈ ശുശ്രൂഷയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞുകൊണ്ട്, ഈ ശുശ്രൂഷ ഞങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് കർത്താവെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്നും നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ്, ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടാൻ വേണ്ടി കർത്താവ് ഒരു പുതിയ അഭിഷേകമായിട്ട് ഇത് കത്തിപ്പടരുവാനായിട്ട്, പുതിയ അഭിഷേക ഉണർവുണ്ടാകുവാനായിട്ട്, ദിവികാരുണ്യത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകുവാനായിട്ട് നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് കർത്താവെ അത്ഭുതമായ ഇടപെടൽ, സ്വർഗത്തിന് ഇടപെടൽ ഈ ശുശ്രൂഷ വഴിയായിട്ട്, ഈ ദിവികാരുണ്യ ആശീർവാദത്തിലൂടെ ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.
സ്തുതിക്കുന്ന കർത്താവേ. ആത്മാക്കളെ തരിക സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക എൻ്റെ സർവവും എടുത്തുകൊള്ളുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിന്റെ നിലവിളിക്കുത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ പേരും അഡ്രസ്സും ഫോൺ നമ്പർ സഹിതം വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ 9496178411. ഇമെയിൽ shekinahprayerbank@gmail.com.